വിട്ടുകളഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവിടെ വായിച്ചുള്ള എഫെസോസ് സഭയ്ക്കുള്ള ദൂതാണ് അവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. മറന്നു പോകരുത്, ഈ സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത് AD ക്രിസ്തുവിന് ശേഷം 33 മുതൽ 100 വരെയുള്ള കാലഘട്ടമാണ്. ഈ സമയത്താണ് എഫെസോസ് സഭ നിലനിന്നിരുന്നത്. എഫെസോസ് സഭ നിലനിന്ന് ഇപ്പോഴറിയപ്പെടുന്ന തുർക്കി എന്ന് പറയുന്ന സ്ഥലമാണ്. തുർക്കി എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള തുർക്കി അല്ലേ? ആ തുർക്കിയാണ് ഈ എഫെസോസ് എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് 7 സഭകളും സ്ഥാപിച്ചത്. ഹല്ലേലൂയ, തുർക്കിയുടെ പ്രദേശത്താണ്. ആമേൻ. അപ്പോൾ ഈ എഫെസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ സഭ എന്നാണ്. ആദിമ സ്നേഹം വിട്ടുകളഞ്ഞ സഭ. പ്രൈസ് ദി ലോർഡ്. ഇവർ ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നുവെങ്കിലും ആദിമ സ്നേഹം ഇവർ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് നമുക്ക് പഠിച്ചു വരുമ്പോൾ പിന്നീട് പഠിക്കാൻ പറ്റും. ഇനി എഫെസോസ് നഗരം എന്ന് പറയുമ്പോൾ ആമേൻ, അവിടെ പ്രധാനമായിട്ട് ഈ ദേശത്തെ അറിയപ്പെടുന്നത് അർത്തിമസ് ദേവി എന്ന് പറയുന്ന ഒരു ദേവിയുടെ ക്ഷേത്രമുണ്ടായിരുന്നു. അതായത് ഡയാന എന്ന അപരനാമമുള്ള അർത്തിമിസ് ദേവി. ഈ ദേവി പാർത്തിരുന്ന ദേശമാണ് എഫെസോസ്. അതുകൊണ്ട് വളരെ പ്രചാരമുള്ള ദേശമായിരുന്നു ഈ എഫെസോസ് ദേശം എന്ന് പറയുന്നത്. ഏഷ്യൻ മൈനറിൽ വെച്ച് ഏറ്റവും ഫലപുഷ്ടമായതും സുന്ദരവുമായ ഒരു പ്രദേശമായിരുന്നു ഹല്ലേലൂയ എഫെസോസ് എന്ന് പറയുന്നത്. അവിടെ സംഗീതത്തിനും നൃത്തത്തിനും ധാരാളം പ്രാധാന്യങ്ങൾ അവിടുത്തെ ജനങ്ങൾ കൊടുത്തിരുന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല, ഈ പുരുഷന്മാരും സ്ത്രീകളും ഈ ആഭരണങ്ങൾ ധരിക്കുന്ന കാര്യത്തിൽ വേഷഭൂഷിതകളാൽ നിറയപ്പെട്ട ഒരു സമൂഹമായിരുന്നു ആമേൻ സ്തോത്രം എഫെസോസിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ആഡംബരത്തിൽ ഒട്ടും ഉള്ളവരായിരുന്നില്ല എഫെസോസിലെ വിശ്വാസികൾ എന്ന് പറയാൻ പറ്റത്തില്ല, അവിടുത്തെ ജാതികൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ എല്ലാ നിലയിലും പ്രൗഢഗംഭീരമായി വളർന്ന ഒരു ദേശമായിരുന്നു എഫെസോസ്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ എഫെസോസ് ദേശം ഒരു തുറമുഖ പട്ടണമായിരുന്നു. ചെറിയ കടലിൻ്റെ തീരമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തുറമുഖങ്ങൾ അവിടെ മനോഹരമായി എഫെസോസിൻ്റെ തീരത്തുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. അർത്തിമോസ് ദേവിക്ക് ആരാധന കൊടുക്കുന്ന സമ്പ്രദായം ആ ദേശത്തുണ്ടായിരുന്നു. സ്തോത്രം ഹല്ലേലൂയ. പുരാതന കാലങ്ങളിൽ അറിയപ്പെടുന്ന 7 അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു അത്ഭുതമായിരുന്നു എഫെസോസ് ദേവിയുടെ, അതിൻ്റെ ബാക്കിലേക്കൊന്ന് വന്നേ ഗ്ലോറി, ബാക്കിലേക്കൊന്ന് അടിച്ച്. സ്തോത്രം. ഈ പിന്നെ ക്ഷേത്രം എന്ന് പറയുന്നത് അവരാൽ നിർമ്മിക്കപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് ഇത്. അർത്തിമിസ് ദേവിയുടെ ക്ഷേത്രമാണ്. ആമേൻ. ഈ ക്ഷേത്രം വളരെ പ്രാചീനമാണ്. ഇന്ന് ആ ക്ഷേത്രമില്ല, അതെല്ലാം ഇടിച്ചു നിരത്തപ്പെട്ടു. അതിൻ്റെ ചില തൂണുകൾ മാത്രമേ ഇന്ന് കാണുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ സ്തോത്രം നീളം എന്ന് പറയുന്നത് 425 അടി നീളവും ആമേൻ 220 അടി വീതിയും 60 അടി പൊക്കവുമുള്ള 127 ഇരുമ്പ് തൂണുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ക്ഷേത്രം. അതുകൊണ്ടാണ് ഇത് ഗിന്നസ് ബുക്കിലൊക്കെ അത്ഭുതങ്ങളിലൊക്കെ പേര് വരുവാൻ കാരണമായി തീർന്നത്. ആമേൻ സ്തോത്രം. അന്നത്തെ പ്രധാനപ്പെട്ട ദൈവം എന്ന് പറയുന്നത് എഫെസോസുകാർ ആരാധിച്ചുകൊണ്ടിരുന്നത് ഈ അർത്തിമിസ് ദേവി എന്ന് പറയുന്ന ഈ ദേവിയെ ആയിരുന്നു. എന്നാൽ പിൽക്കാലങ്ങളിൽ സംഭവിച്ചെന്താണെന്നറിയാമോ? ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ എഫെസോസ് പട്ടണമെല്ലാം തകർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. 1863 മുതൽ 1898 വരെയുള്ള 35 വർഷങ്ങൾ ആമേൻ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരുടെ അക്ഷീണ പരിശ്രമങ്ങൾ കൊണ്ട് ഇതിൻ്റെ ആമേൻ ഭാഗങ്ങളൊക്കെ തോണ്ടിയെടുത്തപ്പോൾ
ആമേൻ സ്തോത്രം. വലിയ നിലവാരത്തിലുള്ള രത്നങ്ങൾ അതിൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടി എന്നാണ് ചരിത്രം പറയുന്നത്, ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ദേവിയെ പ്രസാദിപ്പിക്കാൻ വെള്ളി സ്വർണ്ണ ആഭരണങ്ങൾ മുഴുവനും ഈ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്. സ്തോത്രം. അങ്ങനെയുള്ള ഒരു ദേശമാണ് എഫെസോസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, അന്ധവിശ്വാസങ്ങൾ ധാരാളമായിട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത് അന്ധമായിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടരായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? ആമേൻ, ഈ എഫെസോസിൽ ഉണ്ടായിരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. മന്ത്രങ്ങളും ഇന്ദ്രജാലങ്ങളും ജപങ്ങളും എല്ലാം ഈ ദേവിക്ക് ആരാധന വെക്കുന്ന കാര്യത്തിൽ ഇവർ അഗ്രഗണ്യന്മാരായിരുന്നു എഫെസോസിലുള്ള ആൾക്കാർ. അപ്പം നിങ്ങൾ ഏറെക്കുറെ പശ്ചാത്തലം എഫെസോസിൻ്റെ സ്വഭാവ രീതികൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. സ്തോത്രം. ഇനി ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇത് ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്കത് ദഹിക്കത്തില്ല. അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് മന്ത്രങ്ങൾ കൊണ്ട്, ആമേൻ, ഇന്ദ്രജാലങ്ങൾ കൊണ്ട് അർത്തിമിസ് ദേവിയെ ഇവർ ആരാധിച്ചു പോകുന്നു. ഇനി അർത്തിമിസ് ദേവിയുടെ പേരിലുള്ള ലിപികൾ ഉണ്ടായിരുന്നു, എഫേസ്യ ലിപികൾ എന്നാണ് അതിനറിയപ്പെടുന്നത്. സ്തോത്രം. ആ ലിപികൾ പഠിക്കേണ്ടതിനായിട്ടൊക്കെ ആമേൻ വളരെ ദൂരത്തിൽ നിന്ന് ആൾക്കാർ എഫെസോസിലേക്ക് വരുമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഇവർ വായിക്കുകയും പഠിക്കുകയും ഈ ദേവിയെ ആരാധിക്കുകയും വളരെയധികം ബഹുമാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അത് മാത്രമല്ല, ആരെങ്കിലും കുറ്റം ചെയ്താൽ, ദേശങ്ങളിൽ കുറ്റം ചെയ്താൽ ഓടി വന്ന് ഈ അർത്തിമിസ് ദേവിയുടെ ക്ഷേത്രത്തിനകത്ത് കയറിയാൽ പിന്നെ ഒരു പോലീസിനോ ഒരു പട്ടാളക്കാരനോ ഈ വ്യക്തിയെ പിടിക്കാൻ പറ്റത്തില്ല. ആമേൻ. കാരണം അവർ വിചാരിച്ചിരുന്നത് ഏത് കുറ്റങ്ങൾ ചെയ്താലും ദേവിയുടെ ക്ഷേത്രത്തിൽ പോയാൽ അവർക്ക് രക്ഷയാണെന്ന് അങ്ങനെ അവർ വിശ്വസിച്ച് വരുന്നത്. അതുകൊണ്ട് കുറ്റവാളികൾ കൂടുതലും രക്ഷപ്പെടുന്നത് ഈ ക്ഷേത്ര പരിസരത്തിൽ അല്ലെങ്കിൽ ഈ ക്ഷേത്ര വളപ്പിൽ ചെന്നിട്ടാണ്. അവൻ അതൊരു പുണ്യ പവിത്രമായിട്ട് അവർ കരുതുന്നത്. കുറ്റം ചെയ്തിട്ട് ഓടി വന്ന് അഭയം പ്രാപിക്കുന്നത് ഈ ക്ഷേത്രത്തിലായതുകൊണ്ട് അവരതിനെ പവിത്രമായിട്ട് കാണുകയാണ്. ആമേൻ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ വചനവുമായിട്ട് കടന്നുപോയത്. ഇത്രമാത്രം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആമേൻ ഉള്ള ഈ എഫെസോസ് പട്ടണത്തിലേക്ക് ആമേൻ ഒരു വ്യക്തി പോലും സുവിശേഷം അതിനു മുമ്പേ അറിയിച്ചിട്ടില്ല. ഒരുപക്ഷെങ്കിൽ പോയി കാണുമായിരിക്കാം. പക്ഷേ പൗലോസിന്റെ മാനസാന്തരം കഴിഞ്ഞു എഫെസോസ് സഭ സ്ഥാപിക്കുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമോ എഫെസോസ് സഭ ആരാ സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്. ഇതിന്റെ സ്ഥാപകനാരാ? അപ്പോസ്തലനായ പൗലോസ്. പ്രൈസ് ദി ലോർഡ്. അതിനു മുമ്പ് നമുക്കറിയാം, അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ട് മുതലൊക്കെയാണല്ലോ പരിശുദ്ധാത്മാഭിഷേകം ശിഷ്യന്മാർ പ്രാപിച്ചത്. അവരൊക്കെ പോയി നടന്ന് ഒത്തിരി സുവിശേഷമൊക്കെ പറഞ്ഞു കാണും. ചില വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ പൗലോസ് രക്ഷിക്കപ്പെടുന്നത്. പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആമേൻ അതിനു മുമ്പൊന്നും സഭകൾ സ്ഥാപിച്ചില്ല. വീടുകളിലൊക്കെ ആരാധന കൂടി വന്ന് കാണും ഒരു പക്ഷെങ്കിൽ ശിഷ്യന്മാർ. പക്ഷേ യഥാർത്ഥമായ ഒരു സഭയുടെ രീതിയിലേക്ക് വരുന്നത് അപ്പോസ്തലനായ പൗലോസാണ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം 19-ാം അപ്പോസ്തല പ്രവൃത്തി നടത്താട്ടെ. അപ്പോസ്തല പ്രവൃത്തി. ആമേൻ. സ്തോത്രം. 19-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശം കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. പൗലോസ് രക്ഷിക്കപ്പെട്ടു, ഹല്ലേലൂയ, സ്നാനപ്പെട്ടു, ദൈവത്തിന്റെ വചനം ശക്തമായി പഠിച്ചു. ആമേൻ. അവിടെ മുതൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറായി. അവൻ യാത്ര ചെയ്ത് എഫെസോസിൽ എത്തിയപ്പോൾ ഹല്ലേലൂയ കുറെ ആൾക്കാരെ കണ്ടിട്ട് അവരോട് ചോദിച്ചു, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ഹല്ലേലൂയ. അവർ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. എവിടെയുള്ള ആൾക്കാരെ പറയുന്നേ? എഫെസോസിലുള്ളവർ. പൗലോസ് എഫെസോസിലെത്തി. ആമേൻ. അവരോട് ചോദിച്ചു, നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ചുവോ? അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ പൗലോസ് അടുത്ത കാര്യം പറഞ്ഞു, നിങ്ങൾ ആരുടെ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനമെന്ന് അവൻ അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനമെന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു. അപ്പൊ നിക്കട്ടെ,
എന്തിനാണ് അപ്പോസ്തലനായ പൗലോസ് സ്നാനം ഏതാന്ന് ചോദിക്കാൻ കാരണം? പരിശുദ്ധാത്മാവിനെ അറിയാവോന്ന് ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചത് നിങ്ങൾ ഏത് സ്നാനം എടുത്തേ, അത് ചോദിക്കാൻ കാരണമാണ്. നമ്മളൊരു ക്ലാസ്സും കൂടിയാണ് കേട്ടോ. എന്താ അതിൻ്റെ കാരണം? അതാണ് അതിൻ്റെ കാര്യം. എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് സ്നാനപ്പെടുത്തേണ്ടത്. അവിടെയാ തൃത്വം വരുന്നത്. അപ്പോൾ മൂന്നാമത് ആളത്വമായി നിൽക്കുന്നത് ആരാണ്? അപ്പൊ തീർച്ചയായിട്ടും ഇവര് സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിലാണ് സ്നാനം എടുത്തെങ്കിൽ പരിശുദ്ധാത്മാവിനെ കേൾക്കാതെ പോകത്തില്ല. സ്തോത്രം. അതുകൊണ്ടാ ചോദിച്ചത്, നിങ്ങൾ ആരുടെ സ്നാനമായി എടുത്തേ? സ്തോത്രം. പത്രോസ് വല്ലോ ആ സ്നാനം കൊടുത്തെങ്കിൽ നിശ്ചയമായിട്ടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കും. അങ്ങനെയെങ്കിലും പരിശുദ്ധാത്മാവിനെ പറ്റി അവർ കേൾക്കും. ഇവർ കേട്ടിട്ടേ ഇല്ല. അപ്പോ പൗലോസ് പറഞ്ഞു, സ്തോത്രം, യോഹന്നാൻ കൊടുത്ത സ്നാനം ഏതാണ്? മാനസാന്തര സ്നാനമാ കൊടുത്തേ. ഹല്ലേലൂയ. മാനസാന്തര സ്നാനം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, സകല ആൾക്കാരോട് സുവിശേഷം പറയും, അവരെ മാനസാന്തരപ്പെടുത്തുന്നൊരു സ്നാനം. അതാണ് യോഹന്നാൻ സ്നാപകം കൊടുത്തത്. യേശു കർത്താവിന്റെ സ്നാനത്തിന് ശേഷമാണ് ശിഷ്യന്മാരെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേറ്റത്. ഇതിനകത്ത് യാതൊരു സംശയം വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തന്നെ കൽപ്പന തന്നതാണ്. ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. കണ്ടോ? അപ്പൊ അവിടെ മുതലാണ് തൃത്വം വരുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. തൃത്വം വരുന്നു പറഞ്ഞാൽ തൃത്വം അതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ഈ മൂന്ന് പേരുടെ നാമത്തിൽ എന്ത് ചെയ്യണം? നിങ്ങൾ സ്നാനമേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവരുമായിട്ട് സംവാദിച്ചു, സംസാരിച്ചു, അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത വാക്യം വായിച്ചേ. എന്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ സംസാരിച്ചു. പൗലോസിന്റെ കൈവപ്പോടുകൂടി പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ വന്നു. അവരതുവരെയും മാനസാന്തര സ്നാനം മാത്രമേ ഏറ്റിരുന്നുള്ളൂ. യഥാർത്ഥമായ സ്നാനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവർക്ക് അന്യഭാഷ എന്നുള്ള ആത്മാവിന്റെ വരവും അവർ പ്രാപിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. സഭ വളരാൻ അവിടെ മുതൽ താല്പര്യപ്പെടുകയാ. ഹല്ലേലൂയ. അങ്ങനെ ഒരു കൂട്ടക്കാരെ അപ്പോസ്തലനായ പൗലോസ് അവിടെ വാർത്തെടുത്തു. ആമേൻ. ഇതൊന്നും കത്തോലിക്കയല്ല, CSI അല്ല, മർത്തോമയല്ലെന്ന് ചിന്തിക്കണം കേട്ടോ. അവിടെ ആരും ഇത് കത്തോലിക്കയാണെന്നൊന്നും പറയരുത്. കത്തോലിക്ക സഭയൊന്നും അന്നില്ല. അതിനൊക്കെ വർഷങ്ങൾക്ക് ശേഷമാണ് കത്തോലിക്ക സഭയൊക്കെ ആക്കി തീർക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിലെ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നിറവിലുള്ള സഭ. ആമേൻ. അടിസ്ഥാനപരമായ സഭ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് കൈവച്ചപ്പോൾ ഇവരുടെ മേൽ ആത്മാവ് വന്നു. എന്നിട്ട് അടുത്ത വാക്യം, അവർ അന്യഭാഷകൾ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. അപ്പൊ ആദ്യത്തെ ആൾക്കാരെന്ന് പറയാം എത്ര കൂട്ടക്കാരാ? നമ്മുടെ പ്രാവച്ചമ്പലത്തെ ആൾക്കാരും കൂടിപ്പോയാൽ 10-15 പേരെ ഉള്ളെങ്കിലും അത് മതി സഭ വളരാൻ. അവിടെ മുതലാ കർത്താവ് വളർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് 12 പേരുടെ ഒരു കൂട്ടം പൗലോസിന് കിട്ടി. അത് മതി. അവിടെ മുതൽ അവർ പ്രവർത്തിപ്പാൻ ആരംഭിക്കുക. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെ കുറിച്ച് സംവാദിച്ചും. പിന്നെ പള്ളി. അപ്പൊ പള്ളി ഉണ്ടായിരുന്നു നേരത്തെ? പള്ളി ഉണ്ടായിരുന്നു. ഒരു കൺഫ്യൂഷൻ വരും ഇവിടെ. സ്തോത്രം. ഇവിടുത്തെ പള്ളി എന്ന് പറയുന്നത് യഹൂദന്മാരുടെ പള്ളിയാ. യഹോവയെ മാത്രം ആരാധിക്കുന്ന പള്ളി. സ്തോത്രം. യേശുക്രിസ്തുവിനെ അവർ ആരാധിക്കുന്നില്ല. അപ്പൊ യഹൂദന്മാർ ആരാധിക്കുന്ന പള്ളിയിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ ആഗ്രഹിച്ചു. അതാണ് പള്ളി എന്ന് ഉറപ്പിക്കുന്നത്. അപ്പൊ സംശയം മാറിയില്ല അവിടെ. അപ്പൊ പാസ്റ്റർ പറയുന്നു പൗലോസ് സഭ വായിച്ചു അങ്ങനെ സ്ഥാപിച്ചെങ്കിൽ ഇങ്ങനെ ഈ പള്ളി ഇവിടെ വന്നെന്ന് നിങ്ങൾക്കൊരു ന്യായമായ രീതിയിലൊരു ചോദ്യം ഉണ്ടാകാം അല്ലേ? അപ്പൊ യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് പൗലോസ് പ്രസംഗിച്ചു. അടുത്ത വാക്യം വായിച്ച്. ദൈവരാജ്യത്തെ കുറിച്ച് സമ്മതിപ്പിച്ചും കൊണ്ട്. അവിടെ പ്രസംഗിച്ചത് എന്താണ്?
ഇന്നത്തെ പ്രസംഗം മുഴുവനും അവിടെ വേദന, ഇവിടെ വേദന, മുട്ടുവേദന, കാലുവേദന, മുഴ മാറട്ടെ അല്ലേ, ഇത് മുഴുവനും കേൾക്കാനുള്ളൂ. പക്ഷേ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് മുഴുവൻ ദൈവരാജ്യത്തെ പറ്റിയായിരുന്നു. ഇതിനകത്ത് എല്ലാ വിടുതലുകളും ഉണ്ട്. സ്തോത്രം. ഇന്ന് പാസ്റ്റർമാരൊക്കെ നൂറെ നിന്നില്ലെങ്കിൽ വിശ്വാസികൾ നിൽക്കുകയില്ല സഭയ്ക്കകത്ത് അല്ലേ. 100 എങ്ങനെ ഇപ്പം വിടുതൽ, അത് മാറുന്നു, ഇത് മാറുന്നൊക്കെ വിളിച്ച് പറയണം. ഒന്നുമില്ലെങ്കിൽ ചുമ്മാ അങ്ങ് പറഞ്ഞേക്കണം. കൃപയാൽ എനിക്ക് അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടില്ല കേട്ടോ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ആരെയും ഒന്ന് രസിപ്പിക്കാനുള്ള ശുശ്രൂഷ ദൈവം എനിക്ക് തന്നിട്ടില്ല. എന്നോട് ദൈവാത്മ പറഞ്ഞത് ഉള്ളത് മുഖം നോക്കാതെ പറഞ്ഞോണമെന്നാ. ഹല്ലേലൂയാ, സ്തോത്രം, ആമേൻ. അപ്പം നോക്കിക്കേ, അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് ആമേൻ ദൈവരാജ്യത്തെ പറ്റി യഹൂദന്മാരുടെ ഇടയിൽ പൗലോസ് പ്രസംഗിക്കാൻ തയ്യാറായി. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. സ്തോത്രം. 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിന്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. നോക്കിക്കേ, അല്ലെങ്കിൽ പള്ളിയിൽ ചെന്ന് പ്രസംഗിച്ചു. കുറെ നേരം പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ പറഞ്ഞു, ദുരുപദേശം കൊണ്ട് ഞങ്ങളുടെ പള്ളിക്കകത്ത് വന്നിരിക്കുന്നു, ഇവനുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് വേണ്ട, നമ്മുടെ ഉള്ള ഒരു ആമേൻ ആലയത്തിനകത്തും ഇടവകയിലും ഇവനെ കേറ്റരുത്, ഇവൻ അന്യ ഉപദേശം സംസാരിക്കുന്നവനാ. ഹല്ലേലൂയാ. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് പ്രസവിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങോട്ട് മാറി? വേറെ ഒരു സ്ഥലത്തേക്ക് മാറി. അവിടെ മാറി ഒരു സ്ഥലം, ഒരാളുടെ പേര് കൊടുത്തിട്ടുണ്ട്, തുറന്നോസ്. അടുത്ത വാക്കിയുടെ വായിച്ച്. തുറന്നോസിന്റെ പാഠശാലയിൽ, തുറന്നോസിന്റെ സ്കൂളിൽ. തുറന്നോസിന് ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, അത് അവിടുത്തെ ഒരു യഹൂദനാ. ആ സ്കൂള് ആമേൻ അപ്പോസ്തലനായ പൗലോസ് വാടകയ്ക്കെടുത്തു. സ്തോത്രം. ഞാൻ ഈ പൗലോസിന്റെ കാര്യം ഓർക്കുമ്പോൾ ഞാൻ അറിയാതങ്ങ് കരഞ്ഞു പോകും. കാരണം ദൈവത്തിന് വേണ്ടി ശക്തമായിട്ട് നിലനിന്ന ഒരു മനുഷ്യനാ പൗലോസ്. അതാ ഞാൻ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയുടെ ഭവനത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ യേശു കഴിഞ്ഞാൽ പിന്നെ അടുത്തയാൾ മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യനാണ് ആര്? പൗലോസ്. പൗലോസ് വിട്ടില്ല. പള്ളിയിൽ നിന്ന് അവരെ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ താൻ ജനിപ്പിച്ച മക്കളെയും കൊണ്ട് തുറന്നോസ് എന്ന് പറയുന്ന ഒരു യഹൂദന്റെ പാഠശാല എന്ന് പറഞ്ഞാൽ ഒരു സ്കൂള് വാടകയ്ക്ക് എടുത്തിട്ട് വചനം പഠിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടു. വിട്ടുകൊടുത്തില്ല. പൗലോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാൻ വചനം പഠിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. ദൈവം ആരാണെന്ന് ഞാൻ ഈ ലോകത്തോട് മനസ്സിലാക്കും. അവിടെ മുതൽ ആമേൻ പഠിപ്പിക്കുവാൻ താല്പര്യപ്പെട്ടു. സ്തോത്രം. അടുത്ത ഭാഗം വായിച്ച്. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾപ്പാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരും ദൈവത്തിന്റെ വചനം കേട്ടു. ആമേൻ. അവർ പലരും ദൈവത്തിൽ വിശ്വസിച്ചു. അടുത്ത വാക്യം താഴോട്ട് വായിച്ചു വിട്ടു. ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവർത്തികളെ ചെയ്യിക്കയാൽ അവന്റെ മേന്മേൽ നിന്ന് റോമാലും ഉത്തരിയും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. കണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. പൗലോസ് ആത്മാവിന്റെ തീഷ്ണതയിൽ നിന്നുകൊണ്ട് ശക്തമായി വചനം പ്രസംഗിച്ചു. ആമേൻ. പലരും അത് കേട്ട് വിശ്വസിച്ചു. അല്ലെങ്കിൽ പൗലോസിന്റെ കയ്യിലിരിക്കുന്ന റൂമാലൊക്കെ ശരീരത്തിലിടുമ്പോൾ അവർ സൗഖ്യം പ്രാപിക്കും. അതുകൊണ്ടാണ് ഇന്ന് പലരും കൊണ്ടുവന്ന് മൂക്ക് തുടച്ചതും അല്ലെങ്കിൽ മുഖം തുടച്ചതും വിയർപ്പ് തുടച്ചതൊക്കെ തൂവാല കൊണ്ടുവന്നൊക്കെ വിശ്വാസയുടെ മണ്ടയ്ക്കൂടൊക്കെ അങ്ങ് ഇടുകയാണ്. എന്തോ വലിയ ഒരു സംഭവം അവിടെ നടക്കുന്നുമില്ല. സ്തോത്രം. പൗലോസ് അത് ചെയ്തെന്നും പറഞ്ഞ് ഇപ്പോഴുള്ളവരെല്ലാം അത് ചെയ്താൽ നടക്കുമോ? അതുപോലെ ജീവിക്കണം, അതുപോലെ വിശുദ്ധിയിൽ നിൽക്കണം, അതുപോലെ ജീവിക്കാൻ കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ ദൈവം ചെയ്യലെന്നല്ല, ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജനത്തെ കാണിക്കാൻ പലതും ചെയ്യാം. സ്തോത്രം അല്ലേ. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഉച്ചക്കടലായിരുന്നപ്പോൾ ഒരു പാസ്റ്റർ ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. പാസ്റ്റർ പേരൊന്നും പറയുന്നില്ല, പലർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ തുടക്കത്തിലെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം വന്ന് പ്രസംഗം പകുതിയൊക്കെ ആയപ്പോൾ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് തൂവാലൊക്കെ എടുത്ത് ഇങ്ങനെ കറക്കി വിശ്വാസികൾ ഇടയ്ക്കൂടൊക്കെ പോയി തലക്കിട്ടൊക്കെ ഓരോ അടിയാണ്, ഇങ്ങനെ ഓരോ അടി. അവർ നിന്നുകൊണ്ട് തുള്ളുക. ഉള്ളതെല്ലാം പിശാചുക്കളായിരുന്നു, സഹോദരിമാർക്കെല്ലാം പിശാചായിരുന്നു. അവർ തുള്ളാൻ തുടങ്ങി. ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ അങ്ങ് തുള്ളു. ഞാൻ അവസാനം പുള്ളി പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയും, പാസ്റ്റർ തൂവാല അങ്ങനെ ഇടുന്നത്, അത് ചെയ്യരുത്, അത് ചെയ്യണ്ട, അത് ശരിയല്ലെന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം പുള്ളി ഇത് കൊണ്ടിട്ട് കഴിയുമ്പോഴേ എനിക്കറിയാം ഭൂതം പിടിച്ചിരിക്കുന്ന ആരൊക്കെ ഉണ്ടെന്ന്. അവരൊക്കെ നിന്ന് ഉറഞ്ഞങ്ങ് തുള്ളുക അതിനകത്ത്. അപ്പോൾ പുള്ളി ഓർക്കുന്ന ആത്മാവാണെന്ന്, പുള്ളിയുടെ തൂവാല വീണതിൻ്റെ ശക്തിയാണെന്നാണ് പുള്ളി ചിന്തിക്കുന്നത്. ഒരു ഇടയനല്ലേ വിശ്വാസികളെ പറ്റി, ആടുകളെ പറ്റി അറിയാവുന്നത്.
അപ്പോൾ തുള്ളി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വിവേചിക്കാനുള്ള ആ ആത്മാവും ഇല്ലാതായിപ്പോയി. വീണ്ടും വീണ്ടും ആ തുള്ളുന്ന പറഞ്ഞാൽ വീണ്ടും വീണ്ടും തൂവാല കറക്കി കറക്കി വീണ്ടും ഇടുക. ഞാൻ പറഞ്ഞു പാസ്റ്റർ അത് ചെയ്യരുത്, തൂവാല ഇടണമെന്ന് പറഞ്ഞു. ആ ഒരൊറ്റ പ്രാവശ്യം പിന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളൂ, പിന്നെ ഞാൻ മേലെ വിളിച്ചിട്ടില്ല. ആത്മാവേദ ദുരാത്മാവേദ തിരിച്ചറിയുവാനുള്ള വിവേചന ശക്തി ദൈവമക്കൾക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രസംഗത്തിലോ ആരാധനയിലോ ഭൂതമിളകിയെന്ന് വരാം. അത് നല്ല ആത്മാവാണോ ദുരാത്മാവാണോ എന്ന് തിരിച്ചറിയാനുള്ള വിവേചനങ്ങളെ പ്രാപിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത് പൗലോസിന്റെ ശുശ്രൂഷയിൽ അത്ഭുതം, അസാധാരണ അത്ഭുതം പൗലോസ് ചെയ്തു. ഒത്തിരി ആൾക്കാർ വിടുതൽ പ്രാപിച്ചു. അടുത്ത വാക്യം വായിച്ചേ. സ്തോത്രം. എന്നാൽ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞു യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദൻ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാര് ഇവര് വന്നിട്ട് പൗലോസ് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് അങ്ങോട്ട് പരിപാടി ആരംഭിച്ചു. സ്തോത്രം. ഇന്ന് മിക്കവാറും ഉള്ളിടത്തൊക്കെ ഇത് തന്നെയാണ് നടക്കുന്നത്. ഏതാത്മാവാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അവരും ഇതുപോലെ പൗലോസ് ഭയങ്കര കാര്യങ്ങൾ ചെയ്തില്ലേ, ഞങ്ങൾക്കും ചെയ്യാൻ കഴിയുമെന്ന് അവൻ പറഞ്ഞ് ഈ 7 പുത്രന്മാരോടെ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇന്ന് അത്ഭുതങ്ങളൊക്കെ ചെയ്യുക. അവരിരിക്കുന്ന ആത്മാവ് വേറെയാണ്, മന്ത്രവാദത്താലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഒരു പിശാചിന്റെ അടുത്തേക്ക് ചെന്നു. അടുത്ത വാക്യം വായിച്ചേ. സ്തോത്രം. ദുരാത്മാവ് അവരോട് യേശുവിനെ ഞാൻ അറിയുന്നു. അപ്പൊ ദുരാത്മാവ് പിടിച്ച ഒരു മനുഷ്യൻ പറയുക, യേശുവിനെ ഞങ്ങൾക്കറിയാം, പൗലോസിനെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചാരാ? നിങ്ങളാരാ? യേശുവിന്റെ ശക്തി എന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ ഇടയ്ക്ക് ഒരു പൗലോസ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ വന്നിട്ടുണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കി. പക്ഷെ നിങ്ങളാരാ? യഥാർത്ഥ ആത്മാവല്ലെന്ന് അതിന് ചുരുക്കം. ആമേൻ. നിങ്ങളാരാ? സ്തോത്രം. ആ ദുരാത്മാവ് ചാടി അവരുടെ പുറത്തേക്ക് വീണു. എന്താ അടുത്ത് സംഭവിച്ചത്? പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. നല്ല ടിറ്റോപ്പൊക്കെ ആയിട്ടായിരിക്കും അങ്ങോട്ട് വന്നതല്ലേ. പക്ഷെ പോകുമ്പോ അത് ഞാൻ ഇനി വിവരിക്കുന്നില്ല. ഓടിപ്പോയ വഴി പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവർ ഓടിക്കളഞ്ഞു. സ്തോത്രം. ദൈവാത്മാവ് പ്രവർത്തിച്ചപ്പോൾ, ദൈവദാസൻ ഒരു സ്ഥലത്തേക്ക് വന്നപ്പോൾ, ദൈവത്തിന്റെ പരിവർത്തനം ഒരു ദേശത്തേക്ക് ഇറങ്ങിയപ്പോൾ ദുരാത്മാവ് ശാസിക്കാതെ തന്നെ ഓടുകയാണ്. ആ ദേശം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. സഭയുടെ രൂപീകരണം ആരംഭിക്കുകയാണ്. അടുത്ത വാക്യം വായിച്ചേ. സ്തോത്രം. ഇത് എഫെസസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെ ഭയം തട്ടി. അവർക്ക് ഭയം തൊടാൻ തുടങ്ങി. അതുവരെ ഇങ്ങനൊരു സംഭവം അവർക്ക് ഉണ്ടായില്ല. സ്തോത്രം. പൗലോസിനാൽ ഈ അത്ഭുതങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ എഫെസോസിലുള്ള ആൾക്കാരെ മുഴുവനും ഭയപ്പെടുത്തി. ഇതെന്തൊരാത്മാവാണ്? അവരെ ഭയം തട്ടി. അടുത്ത വാക്യം. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവർത്തികളെ ഏറ്റുപറഞ്ഞു. ഒരു വലിയ മാനസാന്തരവും കരച്ചിലും അവിടെ ഉണ്ടായി. സ്തോത്രം. ആമേൻ. പൗലോസിന്റെ പ്രസംഗത്തോടുകൂടി, പൗലോസിന്റെ എഫെസോസിലേക്കുള്ള കാൽവെപ്പോടുകൂടി അനേകർ ക്രിസ്തുവിന്റെ രാജ്യത്തിലെ അംഗമായി മാറ്റപ്പെടുകയാണ്. അസാധാരണ കാര്യങ്ങളെ എഫെസോസ് ദേശത്ത് ദൈവദാസനായ പൗലോസിലൂടെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. അടുത്ത കാര്യം. ശുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ ചുട്ടുകളഞ്ഞു. കണ്ടോ? അതുവരെ ഇവരെ കൊണ്ടു നടന്നത് എന്ത് ആത്മാവായിരുന്നു? ക്ഷുദ്രത്തിന്റെ ആത്മാവ്. ക്ഷുദ്രങ്ങൾക്ക് വേണ്ടി ക്ഷുദ്രം ചെയ്യുവാൻ ഒത്തിരി പണം ഇവർ മുടക്കിയിരുന്നു. എഫെസോസിലെ ആൾക്കാർ ക്ഷുദ്രം ചെയ്താണ് ജീവിച്ചിരുന്നത്. അവർ ക്ഷുദ്രത്തിന്റെ ആത്മാവായിരുന്നു ഇവരെല്ലാവരും കുടികൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥമായ ആത്മാവ് ആ ദേശത്തേക്ക് ചെന്നപ്പോൾ ഇവരുടെ കളികളൊന്നും നടക്കാതെ വന്നു. ഇവരെല്ലാം യേശുവിനെ ഏറ്റുപറഞ്ഞ് ദൈവമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് ഇവർ വീട്ടിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം കെട്ടുകണക്കിനെ എടുത്തുകൊണ്ട് വന്ന് പൗലോസിന്റെ മുമ്പിലിട്ടിട്ട് കൂമ്പാരമായി കൂട്ടിയിട്ട് തീ കത്തിച്ചു അതിനെ കരിച്ചു കളഞ്ഞു. അതിന്റെ അർത്ഥം അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. സ്തോത്രം. അതിനുള്ള തെളിവാ. ക്ഷുദ്രങ്ങൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. അടുത്ത കാര്യം.
അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരൂശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമോത്തോസ്, എരസ്തോസ് എന്ന 2 പേരെ മക്കദോനിയയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസിയയിൽ താമസിച്ചു. ആ കാലത്ത് ഈ മാർക്കത്തെ ചൊല്ലി വലിയ കലഹമുണ്ടായി. വെള്ളി കൊണ്ട് അർത്തമസ് ദേവിയുടെ ക്ഷേത്ര രൂപങ്ങളെ തീർക്കുന്ന ദെമേത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം വരുത്തി വന്നു. അപ്പൊ ഇവിടെ ഒരു മന്ത്രവാദി ഉണ്ടായിരുന്നു, അവന്റെ പേര് ദെമേത്രിയോസ്. പ്രൈസ് ലോർഡ്, സ്തോത്രം. ഇവനാണ് ആമേൻ സ്തോത്രം അർത്തിമദേസ് ദേവിയുടെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആമേൻ സ്തോത്രം ഈ പുസ്തകങ്ങൾ മന്ത്രം ചൊല്ലിയൊക്കെ പുസ്തകങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട പേരുകെട്ട ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. ഈ എഫെസോസിലുള്ള ആൾക്കാരെല്ലാം പൗലോസിന്റെ വചനം കേട്ടിട്ട് പൗലോസിന്റെ അനുയായികളായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് ഇവന്റെ കച്ചവടം പിന്നെ നടക്കാതെയായി. ആരുടെ? ഈ മന്ത്രവാദം ചെയ്യുന്ന ആള് എന്ന് പറഞ്ഞാൽ അർത്തിമദേസി ദേവിക്ക് വേണ്ടി രൂപങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മനുഷ്യൻ, ഈ തട്ടാൻ്റെ കച്ചവടം നടക്കാതായതുകൊണ്ട് ഈ കച്ചവടക്കാരനായ മനുഷ്യനങ്ങ് പ്രബലപ്പെട്ടു. അവൻ ആ ദേശത്തുണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ പറ്റിയല്ല, ഇവരെ നമുക്ക് ഇവിടെ നിന്ന് കൊന്നുകളയണം, അല്ലെങ്കിൽ തുടച്ചു നീക്കണം. അതുകൊണ്ട് നമ്മുടെ വരുമാന മാർഗം മുഴുവൻ ഇവരെ അടച്ചു കളയുക എന്ന് പറഞ്ഞ് അന്ന് ദേശത്ത് ഭയങ്കര കലഹമുണ്ടായി. സ്തോത്രം. അതാണ് ഒന്നാമത്തെ കലഹമെന്ന് പറയുന്നത്. സ്തോത്രം. അനേകർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഈ തട്ടാന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അല്ലെങ്കിൽ പൗലോസിനെ അനുയായികളെ അവിടെ നിന്ന് തകർത്ത് കളയുവാൻ, കാരാഗ്രഹത്തിൽ കൊണ്ടിടുവാൻ ഇവര് അക്ഷീണ പരിശ്രമം നടത്തുവാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദേശം മുഴുവനും നമുക്കെതിരായിത്തീരും, അല്ലേ? അങ്ങനെയാ. സ്തോത്രം. ദേശം മുഴുവൻ എതിരായി. കാരണം അവർക്ക് കിട്ടുന്ന ആ നന്മ മുഴുവനും പ്രാർത്ഥനയിലൂടെ നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെ ആ പൈശാചിക നന്മ മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ നമ്മളെ ആ ദേശത്ത് അവർ വാഴിക്കത്തില്ല. അതിനുള്ള പ്രവർത്തനം ചെയ്യും. പൗലോസ് വിട്ടുകൊടുത്തില്ല. പൗലോസ് ആ ഭാഗത്തുനിന്ന് അല്പം ഒന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് പോയി ശക്തമായ പ്രവർത്തനം ചെയ്യുവാൻ താല്പര്യപ്പെട്ടു. ആമേൻ. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനത്തോട് ശകലം ബുദ്ധിമുട്ടുണ്ടായി. ഹല്ലേലൂയ. ഇവിടെ അടുത്തുള്ള ഒരു മനുഷ്യൻ ഭയങ്കര ശബ്ദമാണ്, ബഹളമാണെന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ ഇതിൻ്റെ ഈ വീട്ടുകാരൻ്റെ ഉടമസ്ഥനോട് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് വന്ന് ചോദിച്ചു. അദ്ദേഹം കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമല്ല പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വീട് നമുക്ക് തന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കുടുംബക്കാർക്ക് ഒരു പരാതിയില്ല. പക്ഷേ അടുത്തുള്ളവർ പറഞ്ഞു, ഇവിടെ ഭയങ്കര ബഹളമാണ്, റേഡിയോ ഒക്കെ വെച്ച് എന്നും പാട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതാ നമ്മുടെ ഈ ആരാധനയൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉടമസ്ഥൻ ചോദിച്ചു കൊടുത്ത മറുപടി ഇതാണ്. ആമേൻ. അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്, മോസ്കിൽ പാട്ട് കേൾക്കുന്നുണ്ട്, അപ്പുറത്തെ കത്തോലിക്ക പള്ളിയിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാ പാട്ട് വരികയാണ്. നമ്മളതിൻ്റെ ഇടയ്ക്കാണ് ജീവിക്കേണ്ടത്. അത് നമുക്കിതെല്ലാം ആവശ്യമാണ്. ഇങ്ങനൊരു ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ അദ്ദേഹം ഇന്ന് വരെ മുന്നേറ്റില്ല. കാരണം ഒരു പ്രവർത്തനമുള്ളിടത്ത് പിശാച് തുടക്കത്തിലെ എന്ത് ചെയ്യും? പോരാടുവാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ഉച്ചക്കടയിൽ ഒരു പ്രവർത്തനം ഉണ്ടെന്ന് ദൈവത്തിന് പിശാചിന് അറിയാമായിരുന്നു. അതുകൊണ്ട് കുത്താനായിട്ട് പിച്ചാത്തിയും കൊണ്ട് ആലയത്തിൽ കയറി വന്ന ആൾക്കാർ 10-15 പേരോളം. പക്ഷേ അവിടെ ഇന്നും ആ സഭ നിൽക്കുകയാണ്. അനേകരനകത്ത് ആരാധിക്കുന്നുണ്ട്. അപ്പം എവിടെ ഒരു പ്രവർത്തനമുണ്ടോ അവിടെ പൈശാചിക ബന്ധനം, പൈശാചിക ശക്തികൾ ശക്തമായി ബലപ്പെടും. നോക്കിക്കേ, ഈ തട്ടാൻ ശക്തമായി പോരാടുവാൻ എഴുന്നേറ്റു. അടുത്ത വാക്യം വായിക്കുന്നത്, അവൻ അവരെയും ആ വകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി, പുരുഷന്മാരെ, നമ്മുടെ സമ്പാദ്യം ഈ തൊഴിൽ കൊണ്ടാകുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ. എന്നാൽ ഈ പൗലോസ് എന്നവൻ കയ്യാൽ തീർത്തത് ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഫെസോസിൽ മാത്രമല്ല മിക്കവാറും ആസിയയിലൊക്കെയും വളരെ ജനങ്ങളെ സമ്മതിപ്പിച്ച് മറിച്ചു കളഞ്ഞു എന്ന് നിങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നുവല്ലോ. അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിൽ ആക്കുവാൻ അടുത്തിരിക്കുന്നതുമല്ലാതെ അർത്തമസ് മഹാദേവിയുടെ ക്ഷേത്രം ഏതുമില്ല എന്ന് വരികയും ആസ്യം മുഴുവനും ഭൂതലവും ഭജിച്ചു പോരുന്നവരുടെ മാഹാത്മ്യം ഒടുങ്ങി പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ വിഷയം. ദേവിയുടെ പ്രസ്ഥാനം തന്നെ ഇല്ലാതായിത്തീരും. അതുകൊണ്ട്
ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്ക് എതിർക്കണം. താഴോട്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആ 19 അധ്യായം മുഴുവൻ വായിക്കുന്നത് എഫെസോസിൽ വളരെ വലിയ കലഹമുണ്ടായി എന്നാണ്. വലിയ കലഹമുണ്ടായി. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് വിട്ടുകൊടുത്തില്ല. ആ ദേശത്ത് നിന്ന് തന്നെ ശക്തമായി പ്രവർത്തിക്കുവാൻ തുടങ്ങി. ആമേൻ. ശക്തമായ എതിർപ്പിലൂടെ കടന്നുപോയതാണ് എഫെസോസിലെ സഭ. 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സഭ ഒത്തിരി കഠിനമായ പ്രയത്നത്തിലൂടെ വളർന്നു വന്ന സഭയായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ജനത്തെ തകർക്കുവാൻ തക്കവണ്ണം ശത്രു എഴുന്നേറ്റപ്പോഴും പ്രാർത്ഥനയോടുകൂടി സഭ നിൽക്കുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, നമുക്കും എതിരായി വരുന്ന പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ പതറിപ്പോകരുത്. ഒരുപക്ഷെ എനിക്കും നിനക്കും എതിരായി ഏതെങ്കിലും പ്രതിസന്ധികൾ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയ്ക്കെതിരായി പ്രാർത്ഥനയ്ക്കെതിരായി കടന്നു വരുമ്പോൾ ഈ ദിവസങ്ങളിൽ പൗലോസ് കാണിച്ച മാതൃക പ്രകാരം നിലനിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് പറയും, നിന്നിലൂടെ ഞാൻ ഒരു സഭ പണിയും. പത്രോസേ, നീ പത്രോസാകുന്നു, ക്രിസ്തു എന്ന സഭയിലൂടെ സഭ പണിയുമെന്ന് പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളിലൂടെ കർത്താവ് ഒരു സഭ പണിയപ്പെടുവാൻ ഇടയായി തീരും. അതിനൊരു മുഖാന്തരമാക്കി ദൈവം നമ്മെ ഓരോരുത്തരെയും തീർക്കും. പക്ഷെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. പതറിപ്പോകുവാൻ ഇടയായി തീരരുത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അങ്ങനെ പൗലോസ് അവിടം വിട്ട് ഓടിപ്പോയില്ല. എഫെസോസിൽ തന്നെ താൻ ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം, ഹല്ലേലൂയ. എഫെസോസിലെ സഭ രൂപീകൃതമാകുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അവർ വീട്ടിൽ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ വീടുകളിലായിട്ട് അല്ലെങ്കിൽ കൂട്ടം കൂടി താൻ ജനിപ്പിച്ച എല്ലാ വിശ്വാസികളെയും കൊണ്ട് അവിടെ പാർപ്പിച്ച് ആരാധന കൊടുത്ത് 1-ാം നൂറ്റാണ്ടിലുള്ള സഭയ്ക്ക് അവിടെ തുടക്കം കൊടുക്കുവാനിടയായി തീർന്നു. ഇതാണ് എഫെസോസ് സഭ. അർത്തിമിസ് ദേവിയുടെ ആമേൻ ക്ഷേത്രത്തെ തകർത്തുകൊണ്ട് അതധികം നാൾ നിന്നില്ല കേട്ടോ. പ്രാർത്ഥിക്കുന്നവർ കടന്നു വന്നപ്പോൾ ഈ ക്ഷേത്രം നിലം പതിച്ചു. ഇപ്പം നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ എഫെസോസ് അർത്തിമിസ് ദേവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന അവശിഷ്ടങ്ങളെ കാണാം. പക്ഷേ ആ ക്ഷേത്രം അവിടെ ഇല്ല. എന്താ? പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടം ആ ദേശത്ത് എഴുന്നേറ്റതാണ്. സ്തോത്രം. എഫെസോസിൽ അനേക ദൈവമക്കൾ കർത്താവിനെ ആരാധിപ്പാനായി എഴുന്നേറ്റു. അവരൊത്തിരി വില കൊടുത്തു. പക്ഷെ ഒത്തിരി പേര് മരിച്ചു പോയി കേട്ടോ. കൊന്നുകളഞ്ഞതാ. സുവിശേഷത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർ തകർത്ത് കളഞ്ഞു. പലരെയും തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ എഫെസോസ് സഭ അല്ലെങ്കിൽ വില കൊടുത്തതുപോലെ ദൈവസഭയെ നമുക്കും ഒരു വില കൊടുക്കുവാനുണ്ട്. അല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും ഉറച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതിനായി ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയട്ടെ. അങ്ങനെ എഫെസോസ് സഭ അവിടെ നിന്ന് വളരുവാൻ ആഗ്രഹിച്ചു. ഒറ്റ ദിവസം കൊണ്ടല്ല ഈ സഭ വളർന്നത്. വർഷങ്ങളെടുത്തു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കാലഘട്ടം AD 33 മുതൽ 100 വരെയുള്ള കാലഘട്ടങ്ങളാണ് എഫെസോസ് സഭയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അതുവരെ ഒത്തിരി പീഡനത്തിലൂടെയൊക്കെ സഭ പോയി. ആ പീഡനകാലങ്ങളൊന്നും ഇവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് പലരെയും കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാരൊക്കെ മാറി മാറി വന്നിട്ട് ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ചിട്ട് ഹല്ലേലൂയ അവർ ഈർച്ചവാളുകൾ കൊണ്ട് കൊല്ലും. എങ്ങനെ ഈർച്ചവാളുകൾ കൊണ്ട് കൊല്ലുന്നത്? മരം വെട്ടിയെടുത്ത് മരം കൊണ്ടുവന്നിട്ട് ആ മരത്തിൻ്റെ മുകളിൽ ഹല്ലേലൂയ, സ്തോത്രം, കയറുകൊണ്ട് ആമേൻ, സ്തോത്രം, അവരെ ബന്ധിക്കും. മരത്തിൽ കൂട്ടി അവരെ കെട്ടിവെച്ചിട്ട് മുഴുവനും കയറുകൾ കൊണ്ട് കെട്ടിവെച്ചിട്ട് വലിയ വാളെടുത്തുകൊണ്ട് വന്നിട്ട് ഒരാൾ അവിടെയും ഒരാൾ ഇപ്പുറത്തും പിടിച്ചിട്ട് കാലിൻ്റെ മുട്ട് മുതൽ ഇങ്ങനെ അറക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അറക്കും. അറുത്ത് കഷ്ണങ്ങൾ മരം 2 പീസാകുന്നവരെ അറക്കും. എന്നിട്ട് അരയുടെ ഭാഗത്തേക്ക് വാൾ കൊണ്ടുവരും. എന്നിട്ട് ഒരുവൻ അവിടെ പിടിക്കും, ഒരുവൻ ഇവിടെ പിടിക്കും, വീണ്ടും അറക്കും. മനുഷ്യൻ പച്ചയോടെ കഷ്ണങ്ങളായിട്ട് ഈ തടിയോടുകൂടി ആമേൻ അറുത്തു മാറുന്ന സന്ദർഭങ്ങളായിരുന്നു എഫെസോസ് കാലഘട്ടങ്ങളിലെ വിശ്വാസികൾക്ക് കൊടുത്ത അല്ലെങ്കിൽ വലിയ ശിക്ഷ. അന്നത്തെ രാജാക്കന്മാര്, സ്തോത്രം, ക്രൈസ്തവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ വലിയ ഗാലറി ഉണ്ടാക്കി അതിന് ചുറ്റും ഹല്ലേലൂയ കൊലോസ്യം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവരെ കൊണ്ട് നിർത്തിയിട്ട് വലിയ സ്തൂപങ്ങൾ ഉണ്ടാക്കി അതിൽ തുണി ചുറ്റും. എന്നിട്ട് ഇവര് ഈ മനുഷ്യനെ കൂട്ടി തുണി ചുറ്റി ഓരോ സ്തൂപങ്ങളായിട്ട് വെക്കും. എന്നിട്ട് മണ്ണെണ്ണയോ അന്നത്തെ ഉണ്ടായിരുന്ന രാസവസ്തുക്കൾ എന്തെങ്കിലും ഒഴിച്ചിട്ട് തീ കത്തിക്കും. പച്ചയോടെ മനുഷ്യൻ നിന്ന് തീ കത്തുമ്പോൾ ഈ ഗാലറിയിൽ ഇരുന്നു കൊണ്ട് രാജാവും കൂട്ടക്കാരും കൈയടിച്ച് അട്ടഹസിച്ച് ചിരിക്കും. ക്രൈസ്തവരെ ആ നിലവാരത്തിലാണ് കൊല്ലുന്നത്. ആമേൻ. പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഹല്ലേലൂയ
കാട്ടുമൃഗങ്ങൾ അതിനെ പാർപ്പിച്ചിട്ടുണ്ട് ആ കൊലോസിയത്തിനകത്ത്. ഹല്ലേലൂയ. എന്നിട്ട് ആരാധിക്കുന്ന അപ്പനെയും അമ്മയെയും മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് പരസ്യമായിട്ട് ഇവർ കാണത്തക്ക രീതിയിൽ ഈ ഹല്ലേലൂയ കൊലോസിയനകത്ത് നിർത്തിയിട്ട് ഗാലറിയുടെ മുകളിൽ ഇവരെല്ലാവരും കയറിയിരിക്കും. എന്നിട്ട് മിഷൻ വഴി ഈ ഹല്ലേലൂയ കാട്ടുമൃഗങ്ങളുടെ വാതിൽ തുറന്നു വിടും. സിംഹങ്ങളും കടുവായും പുലിയൊക്കെ ചാടി ഹല്ലേലൂയ സ്തോത്രം ഈ ക്രൈസ്തവരെ കാണുമ്പോൾ, ഈ ആരാധിക്കുന്നവരെ കാണുമ്പോൾ അതിൻ്റെ അടുത്തേക്ക് വരിക. കാരണം ഒരാഴ്ചയൊന്നും ആഹാരം കൊടുക്കാതെയാണ് പിന്നെ ആഹാരം കൊടുക്കുന്നത്. ഈ മനുഷ്യനെ കാണുമ്പോൾ ഭയങ്കര ആർത്തിയ മൃഗങ്ങൾക്ക്. ഇവരുടെ മകളിലേക്ക് ചാടി വീഴുകയാണ്. തൻ്റെ ഓമന കുഞ്ഞിൻ്റെ മുകളിലേക്ക് ഒരു സിംഹം ചാടി വീഴുമ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അമ്മ അടുത്ത് നിൽപ്പുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കടുവായും പുലിയും അതുപോലുള്ള കാണ്ടാമൃഗങ്ങളൊക്കെ ഹല്ലേലൂയ ഇതിനെ അപഹരിക്കുക, ഇതിനെ തിന്ന് പച്ചയ്ക്ക് വലിച്ചു കീറുമ്പോൾ വേദനയോടെ നോക്കി നിൽക്കുവാനല്ലാതെ മറ്റൊന്നും കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. വളരെയധികം നിന്ദിക്കപ്പെട്ടും ത്യാഗം സഹിച്ച ഒരു സഭയായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ദൈവസഭ. പ്രൈസ് ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടായിട്ടും ക്രിസ്തുവിന് വേണ്ടി ഒരു സമൂഹം എഫെസോസിൽ നിലനിൽക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ലോർഡ്. ആ സഭ വളരുവാൻ തുടങ്ങി, ആത്മാക്കൾ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. ആമേൻ. ശിഷ്യന്മാരൊക്കെ ധാരാളമായി തുടങ്ങി. അവർ പൗലോസ് അനേക ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കി. എഫെസോസിലേക്ക് തീമോത്തിയോസിനെ ആക്കി വെച്ചു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഈ എഫേസ്യ ലേഖനം തന്നെ എഫെസോസിലുള്ള ആൾക്കാർക്ക് വേണ്ടി എഴുതിയതാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് എഫേസ്യ ലേഖനം. അത് വിശ്വാസികളെ താൻ ജനിപ്പിച്ച സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയ വിശ്വാസികൾക്ക് പ്രചോദനം കൊടുക്കുവാൻ വേണ്ടി പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതിയതാണ്. ഹല്ലേലൂയ. വിശ്വാസികളെ, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ഉറച്ചു നിന്നോണം. ഇനിയും പീഡനങ്ങൾ വരും, ഇനിയും ബുദ്ധിമുട്ടുകൾ വരും, പക്ഷെ നിങ്ങൾ തകർന്നു പോകരുത്. ഈ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കണമെന്ന കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് ഒരു അപ്പോസ്തലനായ പൗലോസ് എഴുതുന്ന എഴുത്താണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. പ്രൈസ് ദി ലോർഡ്. സഭ കഷ്ടതയിലൂടെ മുൻപോട്ട് കടന്നുപോയി. ഹല്ലേലൂയ. നാളുകളോളം ആ സഭ നിന്നു. ഈ ചരിത്രം എഴുതുമ്പോൾ ഈ സഭ ഇല്ല. പക്ഷേ അതിനുശേഷം കർത്താവിൻ്റെ ദാസനായ പ്രവാചകനായ യോഹന്നാനെ ദൈവം പ്രദർശിപ്പിച്ചു കൊടുക്കുക. ഇന്നിന്ന കാര്യങ്ങളൊക്കെ സഭയ്ക്കകത്ത് വരും. പക്ഷേ അക്ഷരം പ്രതി അത് സംഭവിച്ചു. എഫെസോസ് സഭയിൽ അനേക വിശ്വാസികൾ കർത്താവിന് വേണ്ടി എഴുന്നേറ്റു. ഞാൻ എഫെസോസിൻ്റെ ചരിത്രം അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, സ്തോത്രം, 1ഉം 2ഉം അതിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കണം. ഇനി കർത്താവ് കൊടുക്കുന്ന സാക്ഷ്യമാണ്. 1, കർത്താവ് അവരെ അനുമോദിക്കുകയാണ്. ആ സഭയ്ക്ക് ഒരു അനുമോദനം, ഒരു പ്രശംസ കൊടുക്കുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യുക. എന്താണ് കർത്താവ് കൊടുക്കുന്ന അനുമോദനം? വായിച്ചേ. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞത് ഞാൻ അറിയുന്നു. 6-ാമത്തെ വാക്യം വായിച്ചു. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു. അപ്പം നോക്കിക്കേ, ഇവിടെ അനുമോദിക്കുവാനുണ്ടായ കാരണം, ഹല്ലേലൂയ, 1-ാമത്തെ കാരണം, നീ നന്നായി പ്രയത്നിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു. ദൈവസഭയെ നീ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒത്തിരി ആത്മാക്കളെ ഉണ്ടാക്കുവാൻ എഫെസോസ് വളരെയധികം ത്യാഗം സഹിച്ചു. ആമേൻ. പൗലോസിന്റെ കൂടെ നടന്ന വിശ്വാസികള് മറ്റു പല വീടുകളിൽ കയറി ഇറങ്ങി സുവിശേഷം പറഞ്ഞു. നമുക്കിതിനകത്തുള്ള ദൂതെന്താ? നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ മാത്രം സ്വർഗത്തിൽ പോയാൽ പറ്റത്തില്ല, എൻ്റെ മക്കൾ മുഴുവനും പേരും വരണം, എൻ്റെ ഭർത്താവ് വരണം, എൻ്റെ ഭാര്യ വരണം, എൻ്റെ അമ്മായിപ്പം വരണം, എൻ്റെ പ്രിയപ്പെട്ടവർ വരണം. ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ അവരെ നേടാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എഫെസോസ് സഭ ഇത് ചെയ്തെന്ന്. ഹല്ലേലൂയ. എന്താ ചെയ്തേ? അവൻ നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു എന്നാ പറഞ്ഞേ. അപ്പൊ ഈ സഭയായിട്ട് നമുക്ക് വല്ല ബന്ധം ഉണ്ടോ? അഖിലേ? ഉണ്ടോ? ഉണ്ട്.
അല്ലേ? ഉണ്ട്. ആമേൻ. നമ്മൾ മറ്റുള്ളവരോട് സുവിശേഷം പറയണം. രക്ഷിക്കപ്പെടാത്തവരെ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന് വേണ്ടി നേടണം. ആമേൻ. സുവിശേഷം അവരോട് പറയണം. അതുകൊണ്ട് കർത്താവ് ഈ സഭയെ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. നിന്റെ പ്രയത്നം ഞാൻ അറിയുന്നു. രണ്ടാമത്തെ കാര്യം, കള്ളന്മാരെ നീ തിരിച്ചറിഞ്ഞു, അതിനെ മാറ്റി നിർത്തി. അനുമോദിക്കാനുള്ള രണ്ടാമത്തെ കാരണം, കള്ളന്മാര് നീ കണ്ടുപിടിച്ചു. ആരായിരുന്നു ഈ കള്ളന്മാര്? സ്തോത്രം. 6-ാമത്തെ വാക്യം വായിച്ചേ. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ആമേൻ. നിക്കോലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ആരാണ് ഈ നിക്കോലോവിയർ? പ്രൈസ് ദി ലോർഡ്. ഈ നിക്കോലോവിയരെ പറ്റി പഠിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഈ വാക്ക് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കൊരോസ്, നിക്കാനോർ, തിമോൻ, പർമനോസ്, യഹൂദ മതസാരിയായ അന്തോക്യക്കാരൻ നിക്കോലോവസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോൾ ദൈവസഭയില് മേശയിൽ ശുശ്രൂഷിപ്പാൻ അന്നത്തെ കാലത്ത് തെരഞ്ഞെടുത്ത 6 പേരുണ്ട്. 6 പേരല്ലേ? 6 7 7 പേര്. അവർ ദൈവകൃപയുള്ളവരായിരുന്നു, അല്ലേ? പരിജ്ഞാനമുള്ളവരായിരുന്നു. പൗലോസൊക്കെ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും ഇവിടുന്ന് കഞ്ഞി വെച്ചുകൊണ്ടിരുന്നാലൊന്നും കാര്യം നടക്കുകയില്ല. ഈ കഞ്ഞി വെക്കാനൊക്കെ വേറെ ആൾക്കാരെ ആക്കാം. ഞങ്ങളെപ്പോഴും പ്രാർത്ഥനയിലും പ്രസംഗത്തിലും ഉറ്റിരിക്കാം. അന്ന് ആൾക്കാർ ആത്മാക്കളങ്ങ് കൂടിയെന്ന് കൂട്ടിക്കോ. ആത്മാക്കൾ കൂടിക്കഴിഞ്ഞപ്പോഴത്തിന് ഇവരെല്ലാം പൊതുവക എന്ന് എണ്ണിക്കൊണ്ട് അവരുടെ വസ്തുവകകളെല്ലാം വിറ്റിട്ട് ആ പൈസയായിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വരും. എന്നിട്ട് അന്ന് അവിടെ നല്ല ഒരു ആഹാരവും ശാപ്പാടും ഭയങ്കര സന്തോഷം, പാട്ടും ആരാധനയും പ്രാർത്ഥനയൊക്കെയാണ്. ഏതാ? 1-ാം നൂറ്റാണ്ടിലെ ആലയത്തിനകത്ത്. അപ്പോൾ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ പൗലോസൊക്കെ നേരത്തെ ഈ ആഹാരത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അങ്ങ് തിരിഞ്ഞായിരുന്നു. ആഹാരങ്ങൾ വെച്ച് കൊടുക്കണമായിരുന്നു കടന്നു വരുന്നവർക്കേ. ആമേൻ. വളരെ താല്പര്യത്തോടെ വരികയില്ലേ, അപ്പോൾ ആഹാരങ്ങൾ വെച്ച് കൊടുക്കും. അപ്പം ഇത് വെച്ച് കൊടുത്തപ്പോൾ പൗലോസിന് പിന്നെ പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങളിനിയും ഇങ്ങോട്ട് പോയാൽ ഈ മേശമേലൊക്കെ സൂക്ഷിക്കാൻ പോയാൽ ശരിയാകത്തില്ല. സ്തോത്രം. അതുകൊണ്ട് അതിന് കഴിവുള്ള ഒരു 7 പേരെ തിരഞ്ഞെടുക്കാം. ചുമ്മാ തിരഞ്ഞെടുക്കുകയല്ലെന്ന്, ആ അടുക്കള ജോലി പോലും ചെയ്യേണ്ടവരെ തിരഞ്ഞെടുത്തത് ദൈവകൃപയുള്ളവരെയാണ്. കണ്ടോ, അന്നത്തെ വില നോക്കിയേ. ഭക്തന്മാർ 1-ാം നൂറ്റാണ്ടിൽ നിന്ന് എങ്ങനെയാ ഇച്ചിരി കഞ്ഞി വെക്കാൻ പോലും ആൾക്കാരെ തിരഞ്ഞെടുത്ത് ദൈവകൃപയുള്ളവരെ, അഭിഷേകമുള്ളവരെ. ഇതാണ് 1-ാമത്തെ സഭയുടെ നന്മ എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ 7 പേരെ തിരഞ്ഞെടുക്കാം, അവർ ചെയ്തോട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുക, പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുക, ഇത് തന്നെ ഞങ്ങൾ ചെയ്തോളാം. അതെല്ലാവർക്കും അങ്ങ് സന്തോഷമായി. അങ്ങനെ 7 പേരുടെ ചീട്ടിട്ട് തിരഞ്ഞെടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആരെ? നിക്കോലാവിയൻ. അവൻ ഒരു യഹൂദ മതസാനിയായിരുന്നു, അല്ലേ? യഹൂദന്മാരുടെ മതത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ കാലഘട്ടങ്ങളിലൊക്കെ മേശമേൽ ശുശ്രൂഷിക്കാനായിട്ട് ഇദ്ദേഹമുണ്ട്. 7 പേരിൽ ഇദ്ദേഹമുണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇദ്ദേഹം നിന്ന് അവസാനം ഒരു ദുരുപദേശകനായി മാറി. അപ്പം ദുരുപദേശകർ എഴുന്നേൽക്കുന്നത് സഭയ്ക്കകത്തുനിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ നിന്ന് ചിലർ ദുരുപദേശകന്മാരായി എഴുന്നേൽക്കൽ നിങ്ങൾ സൂക്ഷിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നല്ല ഉപദേശമായിരുന്നു തുടക്കത്തിൽ. പിന്നീട് ഇപ്പോഴങ്ങനെയാണല്ലോ. തുടക്കത്തിൽ ഒരു കുഴപ്പമില്ല. KP യോഹന്നാനൊക്കെ എന്ത് നല്ലതല്ലേ സോട്ടിച്ചാ. KP യോഹന്നാനൊക്കെ സൂപ്പർ പ്രസംഗകനല്ലായിരുന്നു. എത്രയോ കുടിയന്മാർ രക്ഷിക്കപ്പെട്ടു. അവസാനം വന്ന് പിന്നെ ദുരുപദേശങ്ങളിലേക്ക്, സാമ്പത്തികത്തിലേക്കൊക്കെ അങ്ങ് മറിഞ്ഞു പോയത് കൊണ്ട് അവസാനം ഒരു നല്ല പേരെടുത്തല്ല താൻ പോയത്. ഹല്ലേലൂയ. തുടക്കത്തിലൊക്കെ സുവിശേഷകരുടെയൊക്കെ പലരുടെയും കാര്യം ഇതൊക്കെയാണ്. അവസാനം വരുമ്പോഴാണ് മറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ മനുഷ്യനാണ് നിക്കോലോവിയരുടെ ഉപദേശം എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ കൂടെ നിന്നിട്ട് എല്ലാം പഠിച്ചിട്ട് ഹല്ലേലൂയ ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ തുടങ്ങി. പൗലോസ് അതിനെ എതിർത്തു. പൗലോസ് അംഗീകരിച്ചില്ല. ആമേൻ. ഉച്ചക്കടയിൽ സഹോദരന്മാരെയൊക്കെ ഞാൻ ഹല്ലേലൂയ ഈ പ്രബോധിപ്പിക്കാൻ, സങ്കീർത്തനം പ്രബോധിപ്പിക്കാനൊക്കെ അവസരം കൊടുക്കും. ഇവർ വളരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനങ്ങനെ അവസരം കൊടുക്കും. ഓരോ ആഴ്ചയിൽ ഓരോരുത്തർ മാറി മാറി സങ്കീർത്തനം വായിക്കും. അങ്ങനെ വായിച്ചു വരവേ അതിലൊരു സഹോദരൻ സ്തോത്രം ഒരു എയർടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് ജോലിക്ക് പോയി.
ആമേൻ. അങ്ങനെ ജോലിക്ക് ചെയ്ത് നമ്മൾ രക്ഷിക്കപ്പെടുത്തിയ സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തിയ ഒരാളാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ട് അവിടെ പോയി അദ്ദേഹം ഒരു 6 മാസം അവിടെ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. 6 മാസം ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ നിന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കെടുത്തു. അത് വേറെ ആരെയല്ല, സജിത്ത് കണ്ണൂരിൻ്റെ കൂട്ടായ്മയിൽ അദ്ദേഹം പങ്കെടുത്തു. എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം അവിടെ പോകുന്നുണ്ടെന്നുള്ള വിവരം. പ്രൈസ് ലോർഡ്, സ്തോത്രം. താനെ ആഴ്ചയിൽ ഇടയ്ക്ക് 1 മാസം കൂടുമ്പോഴൊക്കെ വരും. എന്നോട് പറയും, പാസ്റ്റർ എനിക്കൊരല്പം സമയം തരണം. അന്ന് ഞാൻ സമയം കൊടുക്കും. പുള്ളി വെളിയിൽ പോയിട്ടൊക്കെ വരികയല്ലേ, അപ്പോൾ സമയം കൊടുക്കും. ഇദ്ദേഹം പ്രശ്നം അന്ന് തുടക്കത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് ഉപദേശം മാറാൻ തുടങ്ങി. പുള്ളി പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞ് പള്ളി കൊണ്ടുപോയി പൈസ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പരസ്യമായിട്ട് പ്രസംഗിച്ച് വിശ്വാസികളെ മറ്റൊരു രീതിയിലേക്ക്, ഞാൻ പറഞ്ഞ പ്രസംഗം നിർത്താൻ പറഞ്ഞു. നിന്നെ ആരേത് പഠിപ്പിച്ചേ? ഞാൻ ആ പ്രസംഗം അവിടെ മാറ്റി നിർത്തിയിട്ട് അവസാനം ഞാൻ പറഞ്ഞു, നിന്നെ ആരേത് പ്രസംഗം പഠിപ്പിച്ചേ? അതും അങ്ങനെ ബൈബിളിൽ പറയും, എവിടെ ബൈബിളിൽ പറയുന്നു? പിന്നെ അവനുമായിട്ട് തർക്കം തുടങ്ങി. ഇവനെ വളർത്തി വിട്ടത് നമ്മളാണ്, ഇങ്ങനെ പൊക്കി വിട്ട് കഴിഞ്ഞു. ഇവനെ വേറെ ഒരു സംഘത്തിൽ നിന്ന് ഇത് പഠിച്ച് ഒരു ദുരുപദേശകനായി മാറി. എന്നിട്ട് പറയുകയാണ്, ന്യായവിധി എന്ന് പറയുന്നൊരു കാര്യമില്ല. പ്രൈസ് ലോർഡ്. എങ്ങനെയും യേശുവിനെ വിളിക്കുന്നവർക്ക് സ്വർഗത്തിൽ പോകാം. അവർ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മതി, ഏത് വേണ്ടാത്ത കാര്യവും ചെയ്യാം. ഞാൻ പറഞ്ഞു, മേലാതെ ഈ ഉപദേശം കൊണ്ട് ഇതിനകത്ത് കയറരുത്. നിന്നെ ആരാ പഠിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ പിന്നീടാണ് മനസ്സിലായ സജിത്ത് കണ്ടൻ്റെ കൂട്ടത്തിൽ 6 മാസം താൻ ജീവിച്ചത്. സഭയ്ക്ക് പുറത്ത് പോയി പുള്ളി. ആ പോവുക മാത്രമല്ല, താൻ ഒരു 3-4 കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്ന് അവരെയും പുറത്ത് കൊണ്ടുപോയി. ഇപ്പം അവരൊന്നും ഒരു പള്ളിയിലും, ഒരു സ്തോത്രം പറഞ്ഞാട്ടെ, ആരും ഇരുന്ന് ഉറങ്ങരുത്, ശക്തിയോടെ. ആമേൻ, സ്തോത്രം. ഉറക്കം വരുന്നുണ്ടെങ്കിൽ മുഖമൊക്കെ ഒന്ന് കഴിച്ചു വന്നിരുന്നോണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ എനിക്കും എൻ്റെ ആ കൺട്രോളും അങ്ങ് വിട്ടുപോകും. ഏതാ സ്തോത്രം. അങ്ങനെ ആരും പ്രാർത്ഥനയോടിരിക്കുക. അപ്പോൾ അവൻ അലക്ഷ്യമാക്കി കളഞ്ഞ അവരെയും കൊണ്ടങ്ങ് പോയി. സ്തോത്രം. അപ്പം ഞാൻ പറയുന്നത്, ദുരുപദേശം പലപ്പോഴും എഴുന്നേൽക്കുന്ന സഭയ്ക്കകത്തു തന്നെയാണ്. സ്തോത്രം. അതിന് നമ്മൾ ഇടം കൊടുക്കരുത്. ദുരുപദേശം കണ്ടാൽ അന്നേരെ കറക്റ്റ് ചെയ്തോണം. വചനത്തില്ലാത്ത ഒരു കാര്യവും പറയേണ്ടത് പറഞ്ഞേക്കണം. ഞാനതാ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ പാസ് പ്രസംഗിച്ചാലും അത് അങ്ങനെ തന്നെയാണെന്ന് എന്ത് ചെയ്യണം? വിശ്വാസികൾ വീട്ടിൽ പോയി വായിച്ച് നോക്കണം. പാസ് ഇന്നിങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ശരിയാണോ? അതങ്ങനെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ ദൈനംദിനം തെസ്സലോനിക്കയുള്ള വിശ്വാസികളെ പോലെ നിങ്ങൾ വചനത്തെ പരിശോധിക്കുന്നവരായിത്തീരണം. സ്തോത്രം. ആമേൻ. അപ്പോൾ നിക്കോലോബിയർ എഴുന്നേറ്റു. ഇത് ദുരുപദേശക്കാരനായിരുന്നു. നിക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം അധീനപ്പെടുത്തുക. ലാവോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ജനം എന്ന. ഒറ്റ വാക്കി പറഞ്ഞ നിക്കോലാവോസ് എന്ന് പറഞ്ഞാൽ ജനത്തെ അധീനപ്പെടുത്തുന്നവർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഉപദേശം കൊണ്ടുവന്നിട്ട് ജനത്തെ അധീനപ്പെടുത്തുന്ന നിക്കോലോബിയരുടെ ഉപദേശം സഭയ്ക്കകത്ത് കയറാൻ തുടങ്ങി. ഇത് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ വിശ്വാസികൾ മനസ്സിലാക്കി ഇത് ദുരുപദേശമാണ്. ഇത് ഞങ്ങളുടെ പൗലോസ് പാസ്റ്റർ പ്രസംഗിച്ച പോലെയല്ല, ഇത് ദുരുപദേശമാണ്. സഭ എന്ത് ചെയ്തു? സഭ ഇതിനെ താക്കീത് ചെയ്ത് ഇവരെ തള്ളി പുറത്താക്കി. വചനം പറയുന്നു, വഷളനെ നിന്ദ്യനായി എണ്ണണം. ദുരുപദേശം പഠിപ്പിക്കുന്നവനെ അങ്ങനെ തന്നെ കാണണം. നമ്മൾ പറയും, അയ്യോ ആ ആളെ വിധിക്കരുത് കേട്ടോ, വിധിക്കരുത്. അത് വിധിയൊന്നുമല്ല. കള്ളപ്രവാചകരാണെന്ന് മനസ്സിലാക്കിയാൽ, കള്ള അപ്പോസ്തലനാണെന്ന് മനസ്സിലാക്കിയാൽ അവനെ പുറത്ത് തന്നെ നിർത്തണം. ഇന്ന് ചിലർ പറയല്ലേ, ഐ ആം അപ്പോസ്തലൻ. ആരാ അപ്പോസ്തലനാക്കിയത്? സ്തോത്രം. അപ്പോൾ അങ്ങനെയുള്ളവരുടെ സുവിശേഷത്തെ നമ്മൾ തിരിച്ചറിയണം. ഇത് സഭ ചെയ്തെന്ന്. ഏത് സഭ? 1-ാം നൂറ്റാണ്ടിലെ സഭ. ഹല്ലേലൂയ. എല്ലാ പാസ്റ്റർമാരും ആണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ കാലത്തൊക്കെ വിവേചിച്ചിട്ട് വേണം പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ. പാസ്റ്റർ എന്നൊരു പേര് കേട്ട ഒരാളുടെ എല്ലാ പേരും, ഭർത്താവിൻ്റെ പേരും ഭാര്യയുടെ പേരും മക്കളുടെ പേരും എല്ലാം അങ്ങ് പറഞ്ഞേക്കരുത്. വിവേചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ പറയാൻ. പാസ്റ്റർ എന്നായിരിക്കും പേര്, റവറൻഡ് എന്നായിരിക്കും പേര്, പോപ്പ് എന്നായിരിക്കും പേര്, പക്ഷെ വിവേചിച്ചറിയണം. ആമേൻ. എഫേസു സഭയുടെ പോസിറ്റീവ്, കള്ളന്മാരാരാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആരാ? പൗലോസ് അവരെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് വന്നിട്ട് പറഞ്ഞത്, സഭയെ ഞാൻ നിന്നെ അഭിനന്ദിക്കുകയാണ്. ഹല്ലേലൂയ. ആ വാക്ക് ഒന്നുകൂടെ വായിച്ച ആ വാക്യം, ആ 2-ാമത്തെ വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. വിട്ടുകളഞ്ഞോ?
സ്വോത്രം സ്വോത്രം സ്വോത്രം. കൊള്ളരുതാത്തവനെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ ഞാൻ അറിയുന്നു. കർത്താവ് പറയും. എന്നിട്ട് പറയാണ്, അത് അടുത്ത വാക്യം വായിക്കുന്നത്, അത് ഞാനും എങ്കിലും അല്ല, അത് ഞാനും പകയ്ക്കുന്ന ഒരു വാക്കില്ലേ? ആറാമത്തെ വാക്യം വായിച്ചേ. ആറാമത്തെ വാക്യമാണ് വായിച്ചേ. എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. അത് ഞാനും പകയ്ക്കുന്നു. അപ്പൊ ദൈവത്തിന് അത് ഇഷ്ടമാ. ദുഷ്ട അപ്പോസ്തലന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പകച്ചാൽ ദൈവത്തിന് അത് ഇഷ്ടമാണ്. ദൈവം അത് പകയ്ക്കുന്നു. അതുകൊണ്ട് ആമേൻ, സ്തോത്രം. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയാ, സ്തോത്രം. കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരട്ടെ. അതുകൊണ്ട് കർത്താവ് അനുമോദിക്കുവാൻ കാരണമായി തീർന്നത് കള്ളപ്രവാചകന്മാരെ സഭ തിരിച്ചറിഞ്ഞു. അറിഞ്ഞത് മാത്രമല്ല, അവരെ മാറ്റി നിർത്തി, അവരെ ഒഴിപ്പിച്ചു. അവരുമായിട്ടുള്ള ഒരു ബന്ധവും പിന്നെ പുലർത്തിയിട്ടില്ല. സ്തോത്രം. ആ തിരിച്ചറിവിൻ്റെ കൃപ എഫെസോസിലെ വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഹല്ലേലൂയ, സഹിഷ്ണുതയായിരുന്നു സഭയുടെ. രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം വായിക്കുന്നത്, സ്തോത്രം. നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കണ്ടോ? അപ്പൊ സഹിക്കാനുള്ള തന്റെ ഇടം ഈ സഭയ്ക്കുണ്ടായിരുന്നു. ഒത്തിരി പീഡനങ്ങൾ, ഞാൻ മുമ്പേ പീഡനത്തിന്റെ കാര്യം ഓർപ്പിച്ചല്ലോ. ഈ പീഡനത്തിന് മുമ്പിലും അവർ സഹിച്ചു നിൽക്കുവാനുള്ള ഒരു സഹനം അവർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം, എനിക്ക് ഈ രോഗം വന്നാലും എൻ്റെ കർത്താവ് സൗഖ്യമാക്കുന്നുള്ള വിശ്വാസം നമ്മെ ഭരിക്കപ്പെടണം. ഇത് വിട്ട് നമ്മൾ ഓടിപ്പോകരുത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് എനിക്ക് വിടുതൽ കിട്ടിയില്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടു പോകരുത്. നീ സഹിച്ചു നിൽക്കണം. സഹിക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തോളം വരെ പിടിച്ചു നിൽക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സഹനമുണ്ടാകണം, സഭയ്ക്കൊരു സഹനമുണ്ടാകണം, സഹിഷ്ണുതയുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവ് എടുത്തു പറയുകയാ, നീ എൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ചത് ഞാൻ അറിയുന്നു. സ്തോത്രം. മൂന്നാമത്തെ കാര്യം, സഭയോടുള്ള ദൂത്. നാലാമത്തെ വാക്യം വായിച്ച്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാൻ. എല്ലാം കർത്താവ് പോസിറ്റീവായിട്ട് പറഞ്ഞിട്ട് അവസാനം വന്നിട്ട് ഒരു കാര്യം പറയുക, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അല്ലേ? നമ്മുടെ സഭയ്ക്കും അത് സംഭവിച്ചിട്ടില്ലേ? സ്തോത്രം. ആത്മാർത്ഥമായി ഭാര്യയെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആത്മാർത്ഥമായി ഭർത്താവിനെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? ആത്മാർത്ഥതയോടെ മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? സഭാ വിശ്വാസികളെ സ്നേഹിപ്പാൻ കഴിയുന്നുണ്ടോ? നമ്മൾ അന്യഭാഷ പറയും, പാട്ട് പാടും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ഒന്ന് ചോദിച്ചേ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ തികഞ്ഞ സ്നേഹമുണ്ടോ? സ്തോത്രം. ചിന്തിക്കേണ്ടതാണ്. ആ സ്നേഹമുണ്ടോ? ഇപ്പോൾ വെറും എന്താ പറയുക, ആർട്ടിഫിഷ്യൽ. ആ സ്നേഹമൊക്കെ അഭിനയിക്കുകയാണ്. സ്നേഹമുണ്ടെന്ന് അഭിനയിക്കുക. യഥാർത്ഥമായ സ്നേഹം ആ ഉള്ളിലില്ല. അതൊക്കെ പോയി. ആമേൻ. എല്ലാ പെന്തക്കോസ്ത് അനുഭവത്തിലുള്ള സഭകളെല്ലാം മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചാ ബൈക്കിൽ പോകുന്നു, പക്ഷെ സ്നേഹമുണ്ടോ? എവിടെ? ഒരിക്കലും ഒരു അച്ഛൻ്റെ അടുത്ത് എന്നും ഒരു പരാതി വിളിച്ചു പറയും ഒരു മനുഷ്യൻ, അല്ല ഒരു അമ്മാമ വിളിച്ചു പറയും, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല, എപ്പോഴും എന്നെ ഇടിയും തല്ലും ചീത്തവിളിയും ബഹളമൊക്കെ അച്ഛാ, ഞാൻ മടുത്തച്ഛാന്ന് പറയും. അപ്പോൾ അച്ഛൻ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിക്കും, അങ്ങനെ ആശ്വാസമാവും. ഈ തെരുതരാവുന്ന പ്രശ്നം വരുമ്പോഴെല്ലാം ഈ അമ്മാമ എന്ത് ചെയ്യും? ഈ അച്ഛനെ വിളിച്ച് കാര്യം പറയും. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഇങ്ങോട്ട് വാ, ഞാനിവിടെ ഉണ്ടാകും, ഞാൻ നിങ്ങളെ 2 പേരെ ഇരുത്തി കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ ഇവരെ വഴി നോക്കിയിരിക്കുക. ചേട്ടനോടും വിളിച്ച് പറഞ്ഞു, അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. 2 പേരും ആ പള്ളിയുടെ അംഗങ്ങളാണ്. അപ്പോൾ 2 പേരും വരിക. അച്ഛൻ ഇങ്ങനെ വഴി കാത്ത് കസരയിട്ട് സിറ്റ് ഔട്ട് ഇരിക്കുക. അപ്പോൾ നോക്കുമ്പോൾ അവിടുന്ന് ഒരു ബൈക്ക് വരുന്നത് കാണാം. ബൈക്കിൽ 2 പേര് വരികയാണ്. ഭാര്യ ഭർത്താവിനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്, വയറോട് ചേർത്ത് പിടിച്ചിരിക്കുക.
സ്പീഡിൽ കയറി വന്ന് അച്ഛൻ്റെ മുറ്റത്തോട്ട് അച്ഛൻ സന്തോഷത്തോട്ടിരിക്കുക. ഇവർക്ക് ഭയങ്കര സ്നേഹമാണല്ലോ, ഇവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇത് ഞാൻ വിളിച്ചത് തന്നെ അബദ്ധമായിപ്പോയെന്ന് ഓർത്ത് അച്ഛൻ വിഷമിച്ചിരിക്കുക. ഉടനെ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട്, ഇത് നിങ്ങളാണോ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞത്? അമ്മാമ്മ നോക്കിക്കേ, ആ ചേട്ടനെ വിടാതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അമുക്കി പിടിച്ചിരിക്കുക. ഇത്ര സ്നേഹമുള്ളവരാണോ നിങ്ങൾ പ്രശ്നം പരിഹരിപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അമ്മാമ്മ പറയുകയാണേ, അച്ഛാ അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ മനുഷ്യനെ എവിടെയെങ്കിലും എന്നെ കട്ടറി അടിച്ച് താഴെയിട്ട് കൊന്നു കളയും, അതുകൊണ്ട് വീഴാതിരിക്കാനാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നത്. സ്തോത്രം. ഇന്ന് പലരുടെയും സ്നേഹം ഇതുപോലെ അല്ലേ? ആദ്യ സ്നേഹമില്ല. വിവാഹം കഴിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളൊക്കെ എന്തൊക്കെയായിരുന്നു? പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് കുറഞ്ഞ് ഇപ്പം ലെവലേശമില്ല, മുഴുവനും നഷ്ടപ്പെട്ടു. സ്തോത്രം. ഭാര്യയെ സ്നേഹിക്കാൻ കഴിയണം, ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം, അഭിനയം മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ഉൾപ്പൂവുകളെ ഉള്ളതുപോലെ അറിയുന്നവൻ എവിടെയുണ്ട്? 24 മണിക്കൂറും ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കരുത്. നമ്മുടെ അന്യഭാഷ കർത്താവിന് ഇഷ്ടമല്ല, നമ്മുടെ പ്രാർത്ഥന കർത്താവിന് ഇഷ്ടമല്ല. സ്തോത്രം. സഭയ്ക്കുള്ള ദൂത കർത്താവ് എല്ലാം അനുമോദിച്ച് പറഞ്ഞു, പക്ഷേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പറഞ്ഞതൊക്കെ ഒന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ പറ്റുമോ? ഒന്ന് ക്ഷമിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഭാര്യ എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കാൻ ഒരുപക്ഷെങ്കിൽ ഉണ്ടെന്ന് വരത്തില്ല. നമ്മുടെ ഭർത്താവ് എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്ന് ഇരുന്നെന്ന് വരത്തില്ല. കർത്താവ് വിളിക്കുന്നൊരു സന്ദർഭമുണ്ട്. പോയതിന് ശേഷം എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ദുഃഖിച്ചിട്ടോ ഭാരപ്പെട്ടിട്ടോ കാര്യമില്ല. ജീവിക്കുമ്പോൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കുക. അവിടെയാ വിടുതൽ. സ്തോത്രം. അവിടെയാണ് ഉയർച്ച. എഫെസോസിലെ സഭയോട് പറഞ്ഞത്, ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. അതൊരു കുറവാണ്, അതൊരു തെറ്റാണ്, അത് നീ തിരിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അത് നീ മനസ്സിലാക്കണം. തമ്മിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കുടുംബജീവിതം ശരിയാകത്തേ ഇല്ല. ഇടയ്ക്കൊക്കെ ഭാര്യയെ വിളിച്ച് ഒന്നിച്ച് കൈ പിടിച്ച് പ്രാർത്ഥിച്ചോണം കേട്ടോ. പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. കൈ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോണിൽ കിടെങ്കിലും ഭാര്യയായിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഉണ്ടാകണം അത്. സ്തോത്രം. ഈ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോഴേ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ആമേൻ. ഒറ്റയ്ക്കുള്ളവർക്ക്, കൂടെ ഉള്ളവർക്ക് പ്രശ്നമാണ്, പിന്നെ ഇല്ലാത്തവരുടെ കാര്യം പറയണോ? സ്തോത്രം. എന്നോട് പലരും പറയുന്ന ഭാഷ അങ്ങനെയൊക്കെ അത്രയൊക്കെ ഇറങ്ങി പറയാമെന്നാണ് പറയുന്നത്. നമുക്ക് മാറണോന്നേ. നമ്മൾ എന്തിനാ പലതുമൊക്കെ വിട്ടിട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ അതിൻ്റെതായ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ശിക്ഷാവിധി കൂടുതലാണ് നമുക്ക്. ഒരു മർത്തമക്കാരനെ CSI-കാരനെ അത് കുറച്ചേ ശിക്ഷ ദൈവം കൊടുക്കത്തുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടുന്ന കൂടുതലാണ്. സ്നേഹിക്കാൻ കഴിയുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അതുവഴി പോകാൻ പറ്റുന്നില്ല എങ്കിൽ ജീവിതത്തിലെ പരാജയമാണ്. ഭർത്താവ് എത്ര മോശകടനായാലും എത്ര അക്രമിയായാലും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, കരുതാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്ഷമ കൊണ്ട് ആ വ്യക്തിയെ നേടുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരുടെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കാതെ തമ്മിൽ സ്നേഹിക്കുവാൻ കഴിയട്ടെ. വചനം പറയുന്നു, അല്ലെങ്കിൽ നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കുറ്റം എവിടെ സംഭവിച്ചു എന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ഒരിക്കൽ അല്ലേലിയ രാജാക്കൻ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, പ്രവാചക ശിഷ്യന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് ഏലീശ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു വീട് വേണം, ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ല. ഞങ്ങളെല്ലാവരും കൂടെ പോയി യോർദാൻ്റെ വൻകാട്ടിൽ പോയി ആമേൻ തടി വെട്ടി, ആമേൻ സ്തോത്രം, ഞങ്ങളെല്ലാവരും മരം കൊണ്ടുവന്നിട്ട് വീടുണ്ടാക്കട്ടെ. പ്രവാചകൻ പറഞ്ഞു, ശരി വെക്കോ, നിങ്ങൾ വീടുണ്ടാക്കിക്കോ. ഒരുത്തൻ ഒരു കോടാലിയും കടം വാങ്ങിച്ചുകൊണ്ട് പോയി ഇവരുടെ കൂടെ വെട്ടാൻ തുടങ്ങി. വെട്ടി കോടാലി വെള്ളത്തിൽ പോയി. കോടാലി വെള്ളത്തിൽ പോയിട്ടും ഈ പിടിയിട്ട് വെട്ടുക അല്ലേ? ഇന്ന് പലരുടെയും ആസായ സാധനം അങ്ങ് പോയി വെട്ട ഇപ്പോഴും. പക്ഷെ മുറിയുന്നുണ്ടോ? ഇല്ല. സാധനം എന്ത് ചെയ്യും? സാധനം വെള്ളത്തിൽ പോയി. പിടി മാത്രമുണ്ട് കയ്യിൽ. അതാര് നോക്കിയാലും കോടാലി ഉണ്ടെന്ന് അങ്ങ് ഓർക്കും. അതിട്ടാ വെട്ടുന്നത്. സ്തോത്രം. അത് മാറ്റാം. എവിടെയാണോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ സത്ത് നമുക്ക് തിരികെ എടുക്കാം.
അവനോട് ചോദിച്ചു, എവിടെയാ നിന്റെ കോടാലി നഷ്ടപ്പെട്ടത്? അതാ ഇവിടെ പോയി. അവൻ ആ സ്ഥലം കാണിച്ചു കൊടുത്തു. പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് കമ്പ് വെട്ടിയെറിഞ്ഞു, കോടാലി പൊങ്ങി വന്നു, അവൻ പിടിച്ചെടുത്തു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ സഭയോട് ദൂത് പറയുന്നത്, നിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോയത് എവിടെയെന്ന് നീ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ അതിനെ തിരികെ തന്ന് സ്വർഗ തുല്യമാക്കി കുടുംബജീവിതത്തെ മാറ്റുവാൻ കഴിവുള്ളവൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ കുടുംബത്തെ പരിപാലിക്കും, അവൻ കുടുംബത്തെ പണിയുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കുറ്റങ്ങളും കുറവശമില്ലാത്ത ആരുമില്ല, എല്ലാവർക്കും കുറ്റമുണ്ട്. അതറിഞ്ഞ് സ്നേഹിക്കാനും കരുതുവാനുമാണ് ദൈവം നമ്മളെയൊക്കെ കൂട്ടിച്ചേർത്തത്. നമ്മുടെ സ്വഭാവം ഇന്നതാണെന്ന് കർത്താവിനറിയാം, അതുകൊണ്ടാണ് കൂട്ടിച്ചേർത്തത്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അടുത്ത ആൾക്ക് കഴിയണം. അതുകൊണ്ട് സഭയോട് പറഞ്ഞ ദൂത് ഇന്ന് പകൽക്കാലം എന്നോടാണെന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ. ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നാലാമത്തെ കാര്യം വേഗത്തിൽ അവസാനിപ്പിക്കാൻ പോകുക. നാലാമത്തെ കാര്യം പ്രബോധനമാണ്. സഭയ്ക്ക് കൊടുത്ത പ്രബോധനം. എന്താണ് പ്രബോധനം? ഹല്ലേലൂയ, സ്തോത്രം. അതിങ്ങനെ കാണുന്നു. രണ്ടാമത്തെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞെന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പൊ പ്രബോധനം കൊടുക്കുന്ന എന്താ? നീ മാനസാന്തരപ്പെടണം. നീ ഏതിലാണ് തെറ്റിപ്പോയിരിക്കുന്നത്? നിനക്ക് ഏതിലാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത്? അതിൽ ഒരു മാനസാന്തരം ഉണ്ടാകണം. ആരോടാ പറയുന്നേ? അവിശ്വാസിയോടല്ല, ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന ആളിനോട് പറയുക, നീ മാനസാന്തരപ്പെടണം. കർത്താവ് കൊടുക്കുന്ന പ്രബോധനമാണ്. ഹല്ലേലൂയ. കുറവ് മാത്രം പറഞ്ഞിട്ട് പോകുന്ന കർത്താവല്ല നമ്മുടെ കർത്താവ്. പക്ഷെ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. നീ ഇന്ന രീതിയിൽ ചെയ്താൽ നീ വിടുവിക്കപ്പെടും. അതുകൊണ്ട് ഏത് വിധത്തിലാണോ നീ തെറ്റിപ്പോയത്, സ്നേഹമാണോ ഇല്ലാതെ പോയത്, ആ സ്നേഹത്തിലേക്ക്, ആദിമ സ്നേഹത്തിലേക്ക് നീ തിരികെ വരണം. അതുകൊണ്ട് മാനസാന്തരപ്പെടണം. ആമേൻ. വന്നതും പെട്ടതുമൊക്കെ ക്ഷമിക്കണം, അതൊക്കെ ഉപേക്ഷിക്കണം, അതൊക്കെ അങ്ങ് മറന്നു. നീ മാനസാന്തരപ്പെട്ട് ഏത് പ്രവൃത്തി ചെയ്യണം? ഏതാ ആദ്യത്തെ പ്രവൃത്തി? ആദ്യത്തെ പ്രവൃത്തി ഏതാ? ആദ്യ സ്നേഹം. അത് എപ്പോഴത്തെയാ? രക്ഷിക്കപ്പെട്ട നാളിലുണ്ടായ സ്നേഹം. അത് യേശുവിനോടും ഉണ്ടാകണം, ഭർത്താവിനോടും ഉണ്ടാകണം, ആമേൻ, ഭാര്യയോടും ഉണ്ടാകണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക സ്നേഹം ദൈവം നമുക്ക് തരുന്നത് കേട്ടോ. അതുവരെ എങ്ങനെയെങ്കിലും ജീവിച്ചു അങ്ങ് ഇരിക്കട്ടെ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കും, കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കും, മാതാപിതാക്കന്മാരെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കും, കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കും. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്ന മാനസാന്തരത്തിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മാനസാന്തരപ്പെടണമെന്ന് ഒരു പ്രബോധനം കർത്താവ് കൊടുത്തു. സ്തോത്രം. മാനസാന്തരപ്പെടുക. അടുത്ത കാര്യം, അടുത്ത 5-ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. 5-ാമത്തെ കാര്യം സഭയ്ക്ക് കൊടുത്ത കാര്യം 4-ാമത്തെ വാക്യം വായിച്ചു. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. എന്താണ് മുന്നറിയിപ്പ് കൊടുത്തത്? നിനക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ലേ? ഗുണപ്പെടാൻ മനസ്സില്ലേ? സ്നേഹിക്കാൻ മനസ്സില്ലേ? ക്ഷമിക്കാൻ മനസ്സില്ലേ? അങ്ങനെയെങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ ആക്കി വെച്ച സ്ഥാനത്തുനിന്ന് എടുത്ത് ദൂരെ കളയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കേണ്ട സ്ഥലത്ത് ദൈവം നമ്മെ ഇരുത്തത്തില്ല, പകരം വേറെ ആൾ അവിടെ വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷ പോകുമെന്നാണ് അതിൻ്റെ ചുരുക്കം. സ്വർഗരാജ്യത്തിലെ രക്ഷ നഷ്ടപ്പെട്ടു പോകും. ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. ആമേൻ, സ്തോത്രം. ഒരു മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് തരികയാണ്. ഹല്ലേലൂയ. ഇന്ന് വൽക്കാലം നമ്മുടെ നിലവിളക്ക് നഷ്ടപ്പെടാതെ നാം സൂക്ഷിപ്പാനിടയായി തീരട്ടെ. ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. 6-ാമത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുക. ഇന്ന് ഒരു സഭ മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. 6-ാമത്തെ കാര്യം വാക്തത്വമാണ്. എന്താണ് സഭയ്ക്ക് കൊടുത്ത വാക്തത്വം? 4-ാമത്തെ വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന് പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. ഇതൊരു കാലത്ത് നഷ്ടപ്പെട്ടതാ. എവിടെ വെച്ചാ നഷ്ടപ്പെട്ട ഈ ഫലം? ഏദൻ തോട്ടത്തിൽ. ആമേൻ. നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്തൊക്കെ നിന്നാലേ, ഇച്ചിരി ദൈവഭയത്തോടെ കൂടെ ഒക്കെ നിന്നാലേ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു തരും.
നമ്മൾ അവിശ്വസ്തരായി മാറുന്നത് കൊണ്ട് അത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുകയാണ്. പരദീസയിൽ നീ ഭക്ഷിക്കേണ്ട ഫലം കർത്താവ് ഒരുക്കി വെച്ചിരിക്കുക, അത് നിനക്ക് കിട്ടാൻ പോകുകയാണ്. പുതിയ നിയമത്തിൽ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങി, പഴയ നിയമത്തിൽ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങി, പുതിയ നിയമത്തിൽ മലയാള അക്ഷരമാകുന്ന ഏറ്റവും അവസാനത്തെ അക്ഷരം ചില്ലക്ഷരമാകുന്ന ഇന്നിൽ അവസാനിക്കുന്നതാണ് വേദപുസ്തകം, അല്ലേ? ആദിയിൽ ആ എന്ന് തുടങ്ങി അവസാനം വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ എന്നുള്ള ഇന്നിൽ അവസാനിപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നോക്കി എത്ര ഭയങ്കരമാണ്. അതിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് തൽക്കാലം എത്ര പേര് ദിവസം സമർപ്പിക്കുവാനിടയായിത്തീരും. അതേ കർത്താവ്, എൻ്റെ ജീവിതത്തിൽ ആ ഫലം നഷ്ടപ്പെട്ടു പോകരുത്. എനിക്ക് എന്നെ ആക്കി വെച്ച സ്ഥാനത്ത് ഞാൻ വിശ്വസ്തതയുടെ നിന്ന് ആ ഫലം ഭക്ഷിപ്പാനുള്ള കൃപ, അനുഭവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ദൈവകരങ്ങൾ ഏൽപ്പിക്കാം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് വിനയപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. 1-ാം നൂറ്റാണ്ടിലുള്ള സഭ വളർന്നു. ഹല്ലേലൂയ. സഭയ്ക്ക് ദൈവം കുറച്ച് ദൂതുകൾ കൊടുത്തു. സഭയെ ദൈവം അനുമോദിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ സഹിഷ്ണുത കർത്താവ് കണ്ടു. ഹല്ലേലൂയ. അതിൻ്റെ കുറവുകളെ സഭയെ ബോധ്യപ്പെടുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവർക്ക് കൊടുക്കേണ്ട പ്രബോധനം കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ. അത് മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് കൂടെ സഭയ്ക്ക് കൊടുത്തു. നീ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അങ്ങനെ നീ ചെയ്താൽ ഒരു വാഗ്ദത്തം കൂടി കൊടുത്തു. നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഞാൻ മടക്കി തന്ന് നിന്നെ ഇരുത്തേണ്ട സ്ഥാനത്ത് ഞാൻ ഇരുത്തുമെന്ന് ഒരു വാഗ്ദത്തം കൂടി കർത്താവ് തന്നിരിക്കുകയാ. എത്രയും വേഗത്തിൽ അവൻ വരാൻ പോകുകയാ. അവൻ മടങ്ങി വരാൻ പോകുകയാ. ദൈവസഭയെ ചേർക്കാൻ പോകുകയാ. ഇന്ന് തൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ഒരിക്കലും മടങ്ങിപ്പോകാതെ, ഒരിക്കലും ഇസ്രായേലിലേക്ക് പോകാതെ ഉയർച്ച പ്രാപിക്കുവാൻ, ദൈവകരങ്ങൾ ഏൽപ്പിക്കുവാൻ കഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കരമടിച്ച് അല്പനിമിഷം ദൈവത്തെ സ്തുതിപ്പാൻ കഴിയട്ടെ.